എന്തെങ്കിലും വോയിസിന് പ്രശ്നം വന്നാൽ പറയണേ, കാരണം ഞാൻ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നു, അപ്പൊ അറിയൂല, ചില സമയത്ത് പ്രശ്നം ഉണ്ടാവലുണ്ട്. ഓക്കെ, ഇനി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട വിദ്യാർത്ഥിനികളെ, കേട്ടറ്റിന്റെ ക്വസ്റ്റ്യൻ കാറ്റഗറി 4 പരിശോധിച്ച സമയത്ത് 17 ചോദ്യങ്ങൾ നെഹവുമായി ബന്ധപ്പെട്ടു വന്നു. സാധാരണഗതിയിൽ അത്രത്തോളം ചോദ്യങ്ങൾ നെഹ്വ് കേട്ടറ്റിൽ വരാറില്ല. പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് എല്ലാ എക്സാമുകൾക്കും സംഭവിക്കുന്ന മാറ്റം കേട്ടറ്റിലേക്കും വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. PSCക്ക് നല്ലൊരു ശതമാനം ചോദ്യം നെഹ്വിൽ നിന്ന് വരാറുണ്ട്. ഏത് LP ആണെങ്കിലും UP ആണെങ്കിലും HSC ആണെങ്കിലും ഏത് PSCക്കും നെഹ്വിന്റെ നല്ലൊരു ഏരിയ വരാറുണ്ട്. അതുപോലെ തന്നെ കേട്ടറ്റിലും വന്നിട്ടുണ്ട്. മാത്രമല്ല, വന്നിട്ടുള്ള നെഹ്വിലെ ചോദ്യങ്ങൾ നെഹ്വ് അറിയുന്നവർക്ക് വളരെ എളുപ്പം തന്നെയാണ്, വലിയ പ്രയാസമുള്ളതല്ല. എന്നിരുന്നാലും കേട്ടറ്റിന്റെ യോഗ്യത വെച്ച് നോക്കി പ്രിലിമിനറി കഴിഞ്ഞൊരു കുട്ടിയെ സംബന്ധിച്ച് കേട്ടറ്റ് എഴുതാമെന്ന് വെച്ച് നോക്കുമ്പോൾ ആ നിലക്ക് നല്ല നിലവാരമുള്ള ചോദ്യം തന്നെയാണ്. അറിയാത്തവർക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പൊ ഏതായാലും ആ ചോദ്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് PSCയിലൊക്കെ വരുന്ന, കാരണം ഈ കേട്ടറ്റ് വിജയിച്ച ആളുകളാണല്ലോ PSC എഴുതാനുള്ളത്. അപ്പൊ PSCയിൽ വരുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതുപോലെ കേട്ടറ്റും ആകുമ്പോൾ കേട്ടറ്റ് പഠിച്ച് വിജയിച്ച ഒരാൾക്ക് PSC കോമ്പറ്റീഷനും എളുപ്പമായി മാറും. ആ നിലയിലേക്ക്, ആ നിലവാരത്തിലേക്ക് കേട്ടറ്റ് എക്സാം മാറ്റം വരികയാണ് വന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ചോദ്യങ്ങൾക്കനുസരിച്ച്, ചോദ്യത്തിന്റെ പ്രയാസത്തിനും ചോദ്യത്തിന്റെ ബുദ്ധിമുട്ടിനും അനുസരിച്ചായിരിക്കല്ലോ അതിന്റെ വിശദീകരണങ്ങളും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ പങ്കെടുക്കുന്ന ആളുകൾ ഏതൊക്കെ നിലവാരത്തിലുള്ളവരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം പ്രിലി കഴിഞ്ഞവരും ഉണ്ടാവാം, BA കഴിഞ്ഞവരുണ്ടാവാം, PG കഴിഞ്ഞവരുണ്ടാവാം. ഏതായാലും നമുക്ക് പരമാവധി ചർച്ച ചെയ്യാം. ഡൗട്ടുള്ള ഏരിയകൾ നിങ്ങൾ ചോദിക്കണം. ഓരോ ചോദ്യത്തിന്റെ ആൻസറുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. ഞാൻ വിളിക്കുന്നവർ ദയവ് ചെയ്ത് മുന്നോട്ട് വരണം, അവർ പറയാൻ വേണ്ടി. ഡിസ്കഷനിലൂടെ മാത്രമേ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗ്രാമർ എന്നത് എനിക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കാനേ താല്പര്യമില്ലാത്ത വിഷയമാണ്. നേരിട്ട് ഇങ്ങനെ വയല് പറയുന്ന രൂപത്തിൽ ഗ്രാമർ എടുക്കാൻ ഞാൻ ഒരു സ്ഥലത്തും ഏറ്റെടുക്കാറില്ല, എനിക്ക് താല്പര്യവുമില്ല. ഗ്രാമർ എന്ന് പറയുന്ന ചർച്ച ചെയ്ത് പഠിക്കാനേ സാധിക്കൂ. അപ്പൊ നിങ്ങൾ നല്ല രൂപത്തിൽ ഇന്ററാക്ഷൻ വേണം, വിളിക്കുന്നവരൊക്കെ വരണം. തെറ്റുന്നതോ അല്ലെ മനസ്സിലാവാത്തതോ ഒന്നും വിഷയമുള്ള കാര്യമല്ല, അതിലൂടെ നമുക്ക് പഠിക്കുകയാണ് വേണ്ടത്. അടുത്ത എക്സാമുകൾക്കെങ്കിലും ഇനി നെഹ്വിന്റെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നിലും തന്നെ നമുക്ക് മാർക്ക് നഷ്ടപ്പെടരുത്. ആ രൂപത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. എങ്കിൽ നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. കാറ്റഗറി 4 ആണ് ചർച്ച ചെയ്യുന്നത്. കാറ്റഗറി 3 ഏകദേശം 10-11 ചോദ്യങ്ങളാണ് വന്നത്. 4ലാണ് 17 ചോദ്യങ്ങൾ നെഹ്വുമായി ബന്ധപ്പെട്ട് വന്നത്. ആ 17 ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, ആൻസർ ടൈപ്പ് ചെയ്യുക. ഡൗട്ട് ആൻസർ മറുപടി പറഞ്ഞതിന് ശേഷം ഡൗട്ട് വരുന്നവർക്ക് ഓണാക്കി ചോദിക്കാവുന്നതാണ്. ഞാൻ വിളിക്കുന്നവർ വരികയും. ഓക്കെ, ഷഹാന നദീർ പറയൂ, എന്താണ് പറയൂ, ഏതാണ് ശരിയായത്? ഫതഹ് അല്ലേ? ആണെങ്കിൽ എന്തുകൊണ്ട്? ബാക്കിയൊക്കെ എന്താണ് പ്രശ്നം? ഇഅ്റാബുൽ അസ്ലിയ അലാമാത്ത് 4 ഫതഹ്, ലമ്മ, കസ്റ, സുക്കൂൻ. ഓക്കെ, പിന്നെ അല്ലാത്ത എന്ത് ഇറാബാണ് പിന്നെ ഉള്ളത്? അസ്ലി അല്ല എങ്കിൽ അസ്ലി അത് 4. അസ്ലി അല്ലെങ്കിൽ പിന്നെ എന്താണ്? അലിഫ് കൊണ്ട് ഇറാബ് ഉണ്ടോ? പിന്നെ ഹദ്ഫുൽ അലിഫ് കൊണ്ട് ഇറാബ് ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒക്കെ ഇറാബ് ഉണ്ടോ? അലിഫ് കൊണ്ട് ഇറാബ് ഉണ്ട്. അപ്പൊ അത് എന്ത് ഇറാബ് എന്ന് അറിയപ്പെടുക? അലിഫ് കൊണ്ടുള്ള ഇറാബ് അതെനിക്കറിയില്ല. അറിയില്ല. ഇനി മറ്റാർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞോളൂ. ഫറഈയായ ഇറാബുകൾ. ഫറഈയായ ഇറാബുകൾ എത്രയുണ്ട്? എണ്ണം പറഞ്ഞാൽ മതി. എല്ലാം കൂടെ എത്ര എണ്ണം ടോട്ടൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. 7 നോക്കാം നമുക്ക്. ഓക്കെ, വെരി ഗുഡ്. അതായത് ആൻസർ ശരിയാണ്, ഫതഹ് തന്നെയാണ്. അസ്ലിയായ ഇറാബിന്റെ അലാമത്തുകൾ ഫതഹാണ് ഇതിൽ വന്നിട്ടുള്ളത്. മ്യൂട്ട് ചെയ്യണേ, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഓണാക്കിയിടുക. സാർ ഫോൺ എന്തോ ഹാങ് ആയിട്ട് മ്യൂട്ടാക്കാൻ പറ്റണില്ല. അവിടെ നിന്ന് മ്യൂട്ടാക്കാൻ പറ്റുമോ?
ഓക്കെ. അപ്പൊ ഫതഹാണ് അസുലിയായ ഇറാബിന്റെ അലാമത്ത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇറാബ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. റഫ്, നസ്ബ്, ജറ്, ജസ്മ്. ഈ 4ലാണ് ഇറാബ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ അലാമത്തുകളോ, റഫ് ആണെങ്കിൽ ഇസ്മിലും ഫീലും ഉണ്ടാകും, നസ്ബും ഇസ്മിലും ഫീൽ ഉണ്ടാകും, ജറ് എന്നത് ഇസ്മില് മാത്രമാണ്, ജസ്മ് എന്നത് ഫീല് മാത്രം. എന്ന് പറഞ്ഞാൽ റഫ്ഉം നസ്ബും ജറുമാണ് ഇസ്മിന്റെ ഇറാബുകൾ, റഫ്ഉം നസ്ബും ജസ്മുമാണ് ഫീലിന്റെ ഇറാബുകൾ. ഇതാണ് മൊത്തത്തിൽ ഇറാബ് ഉള്ളത്. അപ്പൊ ആ ഇറാബ് ചെയ്യുന്ന അലാമത്ത് എന്ന് പറയുന്നത് ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്യുക, ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്യുക, കെസ്റത്ത് കൊണ്ട് ജറ് ചെയ്യുക, സുക്കൂന് കൊണ്ട് ജസ്മ് ചെയ്യുക. ഇതാണ് അസുലിയായ ഇറാബിന്റെ അലാമത്തുകൾ. ലമ്മത്ത് കൊണ്ടായിരിക്കും റഫ്, ഫതഹത്ത് കൊണ്ടായിരിക്കും നസ്ബ്, കെസ്റത്ത് കൊണ്ടായിരിക്കും ജറ്, സുക്കൂന് കൊണ്ടായിരിക്കും ജസ്മ്. അപ്പൊ അസ്ലിയായ അലാമത്തുകൾ ഏതൊക്കെ, ഇറാബിന്റെ അലാമത്തുകൾ ഏതാന്ന് ചോദിച്ചാൽ ലമ്മ്, ഫതഹ്, കെസ്റ്, സുക്കൂന്. ഈ 4 എണ്ണമാണ് അലാമാത്തുൽ ഇറാബിൽ അസ്ലിയ എന്നറിയപ്പെടുന്നത്. അതിൽ ഓപ്ഷനിൽ വന്നിട്ടുള്ളത് ഫതഹ് മാത്രമാണ്. പിന്നെ നസ്ബ് വന്നിട്ടുണ്ട്. നസ്ബ് അലാമത്തല്ല, ഇറാബാണ്. വ്യത്യാസം മാറിപ്പോയരുതേ. റഫ്, നസ്ബ്, ജറ്, ജസ്മ് എന്നത് ഇറാബാണ്. അലാമാത്തുൽ ഇറാബ് എന്ന് പറയുന്നത് ലമ്മ്, ഫതഹ്, കെസ്റ്, സുക്കൂനാണ്. ചോദിച്ചത് അസുലിയായ ഇറാബിന്റെ അലാമത്ത് ഏത് എന്നാണ്. അതിൽ ഫതഹ് മാത്രമാണ് ഓപ്ഷനിൽ ഈ 4 എണ്ണത്തിൽ ലമ്മ്, ഫതഹ്, കെസ്റ്, സുക്കൂനിൽ വന്നിട്ടുള്ളത്. ഇനി അസുലി അല്ലാത്ത അലാമത്തുകളുണ്ട്. അതിന് ഫറഈ ആയത് എന്നാണ് പറയാ. ഫറഈ ആയ അലാമത്തുകൾ 7 കാര്യങ്ങളിലാണ് ഉള്ളത്. 7 എണ്ണത്തിലാണ് ഫറഈ ആയ ഇറാബിന്റെ അലാമത്തുൽ. ഫറഈ ആയതെന്ന് പറഞ്ഞാൽ എന്താ? അസ്ലിയായതിന് വ്യത്യസ്തമായി കൊണ്ടുവരുന്നത്. അസ്ലിയായതുകൊണ്ട് നസ്ബ് ഫതഹത്ത് കൊണ്ടാണ്, എന്നാൽ ചിലപ്പം നസ്ബ് ഫതഹ് കൊണ്ടായിരിക്കും, അലിഫ് കൊണ്ടായിരിക്കും, അല്ലെ മറ്റെന്തോ കൊണ്ടായിരിക്കും. അങ്ങനെ മാറ്റം വരുന്നതിനാണ് ഫറഈ ആയതെന്ന് പറയാ. അതെപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒക്കെ പറയാറുണ്ട്. അത് 7ഉം ഏതാണെന്നും ഇറാബ് നമ്മൾ എപ്പം ചോദിച്ചാലും ഓർമ്മ വേണം. ഇറാബിലേക്കൊന്നും കടക്കുന്നില്ല, നിങ്ങൾ ഓരോരുത്തരും അത് മനസ്സിലാക്കി വെക്കുക. ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അസ്മാഉൽ ഹംസ, മുസന്ന, ജമ്മു മുദക്കർ സാലിം, ജമ്മു മുഅന്നസ് സാലിം, മംനൂ മിന സർഫ്, ഫിഅലുൽ മുളാരിഉൽ മുഅത്തൽ ആഖർ, അഫ്ആൽ ഹംസ. ഈ 7 എണ്ണത്തിനാണ് ഫറഈ ആയ ഇറാബിന്റെ അലാമത്ത് വരിക. ഇസ്മുകളെ കൂട്ടത്തിൽപ്പെട്ട അസ്മാഉൽ ഹംസ, മുസന്ന, ജമ്മു മുദക്കർ സാലിം, മുഅന്നസ് സാലിം, മംനൂ മിന സർഫ്. ഫിയലിന്റെ കൂട്ടത്തിൽപ്പെട്ട മുളാരിയായ ഫിയൽ, മുത്തല്ലായ, അഫ്ആൽ ഹംസ. ടോട്ടൽ 7 എണ്ണത്തിനാണ് ഫറഈ ആയ അലാമത്തുകൾ വരിക. ഈ പറയപ്പെട്ട ഒന്നിനും തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ലമ്മത്ത് കൊണ്ട് റഫ്, ഫതഹത്ത് കൊണ്ട് നസ്ബ്, കസ്റത്ത് കൊണ്ട് ജറ്, സുക്കൂന് കൊണ്ട് ജസ്മി എന്നതിൽ നിന്ന് വ്യത്യാസമായിട്ട് വരുന്ന എണ്ണമാണ്. അപ്പൊ ഇതാണ് ഫറഈ ആയത്. നേരത്തെ പറഞ്ഞത് അസ്ലി ആയതാണ്. ഇനി ചോദ്യത്തിലേക്ക് നമ്മൾ പോയാൽ, ചോദ്യത്തിൽ വന്നിട്ടുള്ളത് അലാമാത്തുൽ ഇറാബിൽ, അലാമാത്തുൽ ഇറാബിൽ അസ്ലിയയിൽപ്പെട്ടത് ഏത് എന്നാണ്. അലിഫ് അസ്ലിയല്ല, ഫറഈയാണ്. നസ്ബ് അലാമത്തല്ല, ഇറാബാണ്. ഹദ്ഫുൽ അലിഫ് എന്നത് ഇല്ല, ഫതഹ് എന്നത് മാത്രമേ ശരിയായതുള്ളൂ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് അടുത്തേക്ക് പോകും. ഓരോന്നോരോന്ന് കഴിഞ്ഞു പോകണം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ. ഇനി രണ്ടാമത്തെ ചോദ്യം. ഇത് ഭാഷയുമായി ബന്ധപ്പെട്ടതാണ്, നേരിട്ട് നെഹ്വിൽ നിന്നുള്ളതല്ല, ലിംഗ്വിസ്റ്റിക് ആണ്. ഖുറാബ് എന്നതിന്റെ ജം ആണ് ചോദിച്ചത്. അയച്ചോളൂ, ആൻസർ വരട്ടെ. ഉം 16 ഒരാളെ അയച്ചുള്ളൂ. ഇതിൽ കൂടുതൽ ചർച്ച ചെയ്യാനില്ല. ഖുറാബിന്റെ ജമ്മ് ഈ കൂട്ടത്തിൽ ഖിർബാൻ എന്നാണ്. അഗരിബ എന്നോ ഖറാബീബ് എന്നോ അറായിബ് എന്നോ ഒന്നുമില്ല. 4ാമത്തെ ഖിർബാൻ എന്നുള്ളതാണ് ഖുറാബിന്റെ ജമ്മ്. ഖുറാബിന് വേറെയും ജമ്മുണ്ട്, അഗരിബത്ത് എന്നൊക്കെ ഉണ്ട്. ഇവിടെ ഓപ്ഷനിൽ കൊടുത്തതിൽ ഖിർബാൻ മാത്രമേ ജമ്മുള്ളൂ. ഇനി 3ാമത്. ആൻസർ അയച്ചോളൂ.
ഓക്കെ. ജസീല കേൾക്കുന്നുണ്ടോ? പെട്ടെന്ന് വരണേ. ജസീല പറയൂ, ഏതാണ് ശരിയായത്? ആണോ? എന്നോട് ചോദിക്ക. ആണ്. ഓക്കെ, വെരി ഗുഡ്. എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? തസ്നിയ. ആ, തസ്നിയ വരും. അതുപോലെ ഏതിന്റെ ഒക്കെ കളയാ? മുസന്നന്റെ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കൂടി ഉണ്ട്. അതെ, ജമ്മു മുദക്കർ സാലിമിന്റെയും മുസന്നയുടെ. അപ്പൊ ഇവിടെ ചോദിച്ചു ഇതാ കാനൽ മുലാഫ് മുസന്ന, ഒരു മുസന്ന മുലാഫായി വന്നാൽ എന്താണ് എന്നാണ്. തുഹുദഫു നൂനു എന്നുള്ളതാണ് ശരിയായ ആൻസർ. നൂനെ കളയപ്പെടും. കാരണം തസ്നിയ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെ മേൽ അറിയിക്കാൻ വേണ്ടി വരുന്ന പദങ്ങളാണല്ലോ. അതിൽ നൂന് മുലാഫായിട്ട് വരുമ്പോ നൂനെ കളയൽ നിർബന്ധമാണ്. ഇപ്പൊ ഇവിടെ 3 ഉദാഹരണങ്ങൾ കാണാം. ഹാദാനി ബൈത്താ സെയ്ദിൻ, ഖറഅതു കിതാബൈ മുഹമ്മദിൻ, കതബ്തു ബി കലമൈ ബഷീറിൻ. ഒന്നാമത്തത് റഫ്ഇന്റെ സമയത്ത് വന്നതാണ്, രണ്ടാമത്തത് നസ്ബാണ്, മൂന്നാമത്തെ ജറാണ്. ബൈത്ത എന്നത് റഫ് ആണ്, കിതാബൈ എന്നത് നസ്ബാണ്, കലമൈ എന്നത് ജറാണ്. അത് റഫ്ഇന്റെ സമയത്ത് വന്നാൽ നമുക്കറിയാം ഫർഇയായ ഇറാബിന്റെ കൂട്ടത്തിൽ അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് നസ്ബ്, ജർ എന്നുള്ളതാണ് തസ്നിയയുടെ ഇറാബ്. എവിടെ വന്നാലും ശരി നൂനിനെ കളയൽ നിർബന്ധമാണ്. ബൈത്താനി എന്നുള്ളത് ബൈത്താ, സെയ്ദ് മുലാഫിലൈ വന്നതുകൊണ്ട്. കിതാബൈനി എന്നുള്ളത് കിതാബൈ, കലമൈനി എന്നുള്ളത് കലമൈ. അവിടെയൊക്കെ നൂനെ കളഞ്ഞത് മുലാഫായിട്ട് വന്നത് കൊണ്ടാണ്. അങ്ങനെ മുലാഫായിട്ട് തസ്നിയ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അതിന്റെ നൂനെ കളയണം. ഇതുപോലെ തന്നെയാണ് ജമ്മു മുദക്കർ സാലിമിലും. ഓക്കെ, ക്ലിയർ? അടുത്തത് ആൻസർ വരട്ടെ. ജുമാന, ഏതാണ് ശരി? എ അല്ലേ? എന്തുകൊണ്ട് ആണെങ്കിൽ? യത്തസാഅലൂൻ എഴുതുമ്പം അവിടെ ഹംസ യൂസ് ചെയ്യില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് എഴുതുക? ഹംസ ഇല്ലാണ്ടല്ലേ എഴുതുക? യത്തസാഅലൂൻ, നീട്ടാനുള്ള മദ് മുകളിൽ ചേർക്കും. അപ്പൊ ഹംസ ഒഴിവാക്കി യത്തസാലൂന്നായി പോലെ. ആരാ പറയുന്നത്? പേര് പറയൂ, പറഞ്ഞാളെ പേര് പറയൂ. റംസീന. എന്താ കാരണം പറയൂ അങ്ങനെയാണെങ്കിൽ? അവിടെ അലിഫിന്റെ മേലല്ലേ ഹംസ വരിക? അലിഫിന്റെ മേലെയാണ് വരിക. എന്തുകൊണ്ട് അലിഫിന്റെ മേലാവാൻ കാരണം? കാരണം എന്താന്ന് അറിയില്ല, അലിഫിന്റെ മേലെ കണ്ടുള്ളത്. അലിഫിന്റെ മേലാണ് യക്റഊനയിൽ വരിക. ഉറപ്പിച്ചു? വാവിന്റെ മേലല്ലേ വരിക? ഉറപ്പിച്ചോ? എന്തുകൊണ്ട്? അങ്ങനെയാണ് കാണാറ്. ഓക്കെ. ഏതായാലും ശരിയായ ആൻസർ നിങ്ങൾ പറഞ്ഞ ശരിയായത് മീൻസ് ആൻസർ ശരിയായത്. എഴുത്തിൽ തെറ്റിലാണ് ചോദിച്ചത്. യത്തസാഅലൂന ഇത് ശരിയാണ്, യഅ്തൂന ശരിയാണ്, യുഅ്മിനൂന ശരിയാണ്, യഖ്റഊന എന്നുള്ളതാണ് ഈ കൂട്ടത്തിൽ തെറ്റ്. യഖ്റഊന ഇങ്ങനെയല്ല എഴുതേണ്ടത്. എങ്ങനെയാണ് നമുക്ക് പറയാം. അതിനു മുമ്പേ മ്യൂട്ട് ചെയ്യാത്തവരൊന്ന് മ്യൂട്ട് ചെയ്യണേ. അതിനു മുൻപേ എങ്ങനെയാണ് ഹംസ എഴുതുന്നതിൽ ചെറിയ രൂപത്തിലൊന്ന് പറയാം. ഹംസ തുടക്കത്തിൽ വരാം, മധ്യത്തിൽ വരാം, അവസാനത്തിൽ വരാം. തുടക്കത്തിൽ വരുമ്പോൾ പിന്നെ കൂടുതൽ ചർച്ചയില്ല. ഖതയിന്റെ ഹംസ ആണെങ്കിൽ ഹംസയുടെ അലാമത്ത് ഇടണം. വസ്ലിന്റെ ഹംസ ആണെങ്കിൽ അലിഫ് മാത്രമേ ഇടാൻ പാടുള്ളൂ. അത് ആണോ ഊന്നോ ആണെങ്കിൽ മുകളിൽ ആ ചിഹ്നടും, ഈന്നാണെങ്കിൽ താഴെ ചിഹ്നടും ഹംസയുടെ അലാമത്ത്. അത്രേ അതിലുള്ളൂ. അപ്പൊ തുടക്കത്തിൽ വരുന്നത് വലിയ ചർച്ച ചെയ്യേണ്ടതില്ല. മധ്യത്തിൽ വരുമ്പം വിശാലമായിട്ട് പറയേണ്ടത്. ഹംസ മധ്യത്തിൽ വരുമ്പോ, ഇവിടൊക്കെ മധ്യത്തിലാണല്ലോ വന്നത്. യത്തസാഅലൂന, യഖ്റഊന, അവിടൊക്കെ മധ്യത്തിലാണ് വന്നത്. അവിടെ 4 രൂപത്തിൽ ഹംസ എഴുതും.
ഒന്ന് യാഇന്റെ മുകളിലുള്ള ഹംസ, ഒന്ന് വാവിന്റെ മുകളിൽ ഹംസ, ഒന്ന് അലിഫിന്റെ മുകളിൽ ഹംസ, ഒന്ന് ഹംസ മാത്രം ഒരു ഒന്നിന്റെ മുകളിലല്ലാതെ 4 രൂപത്തിൽ എഴുതുന്നത് എപ്പോഴൊക്കെയാണെന്നാണ് ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് നിങ്ങൾ പറയണം യഖ്റഊന ഏത് രൂപത്തിലാണ് എഴുതുക. ആദ്യം യാഇന്റെ മുകളിൽ എഴുതുന്ന സ്ഥലം എപ്പോഴൊക്കെയാണ് മധ്യത്തിൽ വരുന്ന ഹംസ യാഇന്റെ മുകളിൽ എഴുതുക. ഒന്ന്, കെസറിന് ശേഷം മക്സൂറായിട്ട് ഹംസ വന്നു കഴിഞ്ഞാൽ, ഹംസ മക്സൂറാണ്, മുൻപുള്ളതും കെസറാണ്. ഇപ്പൊ മുത്തക്കീന അലൽ അറായിക്ക് അവിടെ ഈ എന്ന് എഴുതുന്ന ഹംസ ഇടുന്നത് യാഇന്റെ മുകളിലാണ് ഹംസ എഴുതേണ്ടത്. കാരണം ഈ എന്ന ഹംസക്ക് കെസറാണ്, അതോടൊപ്പം അതിന് മുൻപുള്ള കാഫിന് കെസറാണ്. അങ്ങനെ കെസറിന്റെ ശേഷം കെസറുള്ളതായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഹംസ യാഇന്റെ രൂപത്തിൽ എഴുതണം. 1. 2, സുക്കൂന്റെ ശേഷം കെസറായിട്ട് വന്നാലും, സുക്കൂന്റെ ശേഷം കെസറായിട്ട് വന്നു സാഇൽ, അവിടെ സാ എന്ന അലിഫിന് സുക്കൂനാണ്, ശേഷം കെസർ വന്നു. ഫതഹിന്റെ ശേഷം കെസറായിട്ട് ഹംസ വന്നാലും ഇസ പോലെ, ലമ്മിന്റെ ശേഷം കെസറായിട്ട് ഹംസ വന്നാലും ഇവിടെയൊക്കെ യാഇന്റെ രൂപത്തിലാണ് ഹംസ എഴുതേണ്ടത്. ഇപ്പൊ കെസറിന്റെ ശേഷം കെസറായിട്ട് വന്നാലും സുക്കൂന് ശേഷം ഫതഹിന് ശേഷം ലമ്മിന് ശേഷം ഒക്കെ കെസറായ രൂപത്തിൽ ഹംസ വന്നു കഴിഞ്ഞാൽ അത് എഴുതുന്നത് യാഇന്റെ രൂപത്തിലായിരിക്കും. അതോടൊപ്പം ഇദാ ജാഅത്ത് സാക്കിനത്തൻ ബഅദ കസ്രിൻ, ഹംസ സുക്കൂനാണ്, മുൻപ് കെസറാണെങ്കിലും, ഇതൊക്കെ മധ്യത്തിൽ വരുന്നതാണ്, അവസാനത്തിൽ വരുന്നതോ തുടക്കത്തിൽ വരുന്നതോ അല്ല കേട്ടോ, മാറിപ്പോയത്. ഹംസ സുക്കൂനാവുകയും മുൻപ് കെസറുമാണെങ്കിലും അവിടെ ഹംസ എഴുതേണ്ടത് യാഇന്റെ രൂപത്തിലാണ്. ബിഇർ എന്നത് ഹംസ സുക്കൂനാണ്, ബാ കെസറ് വന്നു, അവിടെ എഴുതുമ്പോൾ ബിഇർ എന്ന ഹംസ യാഇന്റെ രൂപത്തിൽ എഴുതണം. ഇത് എഴുത്തിൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മളൊരു ഡെസർട്ടേഷൻ ചെയ്യുമ്പോൾ, ഒരു തിസീസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ, ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോഴൊക്കെ ഈ ഹംസയുടെ എഴുത്തൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുപോലെ ഇദാ ജാഅത്ത് മഫ്തൂഅത്തൻ ബഅദ കസ്ർ, കെസറിന് ശേഷം ഫതഹുള്ള രൂപത്തിൽ ഹംസ വന്നു കഴിഞ്ഞാൽ, ഫിഅത്ത് എന്ന ആ എന്നത് മഫ്തൂഹാണ്, പക്ഷെ മുമ്പ് കെസർ വന്നു അവിടെ. ഇദാ ജാഅത്ത് മദ്മൂമത്തൻ ബഅദ കസ്ർ, കെസറിന് ശേഷം മദ്മൂമായുള്ള ഹംസ വന്ന് സനുഖരിഉക ഫലാ തൻസ, അവിടെ ഉ എന്ന് ലമ്മാണ്, പക്ഷെ മുൻപ് കെസർ വന്നു അവിടെ. മറ്റൊന്ന് ഇദാ ജാഅത്ത് മഫ്തൂഹത്തൻ ബഅദ യാഇൻ സാക്കിന, സുക്കൂനുള്ള യാഇന് ശേഷം ഫതഹുള്ള രൂപത്തിൽ വന്നാൽ, സുക്കൂനുള്ള അലിഫൊന്നുമല്ല, യാഇന് ശേഷം പറയുന്നത് ഫതഹുള്ള ഹംസ വന്നു കഴിഞ്ഞാൽ, ഇത്രയും സ്ഥലത്ത് ഹംസ യാഇന്റെ രൂപത്തിൽ എഴുതൽ നിർബന്ധമാണ്. ഒന്ന്, കെസറിന് ശേഷം ഹംസ കെസറായിട്ട് വരിക, അല്ലെങ്കിൽ സുക്കൂന് ശേഷം ഹംസ കെസറായിട്ട് വരിക, ഫതഹിന്റെ ശേഷം ഹംസ കെസറായിട്ട് വരിക, ലമ്മിന്റെ ശേഷം ഹംസ കെസറായിട്ട് വരിക. അങ്ങനെ ഏതിന് ഫതഹിന്റെയോ ലമ്മിന്റെയോ സുക്കൂന്റെയോ കെസറിന്റെയോ ശേഷം ഹംസ കെസറായിട്ട് വന്നാൽ 1. ആ 4. പിന്നീട് പറഞ്ഞത് ഹംസ സുക്കൂനാണ്, മുൻപ് കെസറാണ്, അപ്പൊ കെസറിന് ശേഷം ഹംസ സുക്കൂനായിട്ട് വന്നാൽ, മറ്റൊന്ന് കെസറിന് ശേഷം ഹംസ ഫതഹായിട്ട് വന്നാൽ, മറ്റൊന്ന് കെസറിന് ശേഷം ഹംസ ലമ്മായിട്ട് വന്നാൽ, അതുപോലെ സുക്കൂന് ശേഷം ഹംസ ഫതഹായിട്ട് വന്നാലും. ഇതിപ്പോ ഒന്ന് ഓർത്ത് വെക്കുക. ബാക്കി PPT നോക്കിയിട്ടുള്ള ക്ലാസ് കേട്ട് എഴുതി വെച്ച് പഠിക്കണേ, നമുക്ക് എപ്പോഴും ആവശ്യമില്ല. ഇത്രയും സ്ഥലത്ത് യാഇന്റെ രൂപത്തിലാണ് എഴുതേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒറ്റടിക്ക് എല്ലാം കൂടി നമുക്ക് എല്ലാം കൂടി ഒറ്റടിക്ക് കാണാതെ പഠിക്കാൻ കഴിഞ്ഞെന്ന് വരൂല. ആശയം ഇപ്പൊ മനസ്സിലാക്കുക, എഴുതി വെച്ച് നല്ല രൂപത്തിൽ അത് മനസ്സിലാക്കിയെടുക്കുക. ഇനി രണ്ടാമത്തത് വാവിന്റെ മുകളിൽ ഹംസ എഴുതേണ്ടത്. 1, സുക്കൂന് ശേഷം ലമ്മുള്ള ഹംസ വന്നു കഴിഞ്ഞാൽ, ഹംസക്ക് ലമ്മാണ്, മുമ്പ് സുക്കൂനാണ്, മസ്ഊൽ എന്ന് എഴുതുമ്പം വാവിന്റെ മുകളിലാണ് ഹംസ എഴുതുക. കാരണം മസ്ഊൽ എന്ന ഹംസ ലമ്മാണ്, മുമ്പുള്ള സീൻ സുക്കൂനാണ്. അതുപോലെ ഫതഹിന്റെ ശേഷം ലമ്മുള്ള ഹംസ വന്നാൽ, ഹംസക്ക് ലമ്മാണ്, മുൻപ് ഫതഹാണ്. ഇപ്പൊ റഊഫ് എന്ന് എഴുതുമ്പോൾ ആ ഉ എന്ന് എഴുതുന്നത് വാവിന്റെ മുകളിലായത്. കാരണം അത് ഹംസ മദ്മൂമാണ്, മുമ്പുള്ളതിന് ഫതഹാണ്. 3, ഇദാ ജാഅത്ത് മദ്മൂമത്തൻ ബഅദ ലമ്മി, ലമ്മിന് ശേഷം മദ്മൂമായ ഹംസ വന്നാൽ, എന്ന് പറഞ്ഞാൽ ഹംസക്ക് അവിടെയും ലമ്മാണ്, പക്ഷെ മുമ്പുള്ളതിന് ലമ്മാണ്. അപ്പൊ ലമ്മിന്റെ ശേഷം ഷുഊന് പോലെ അവിടെ ഷുഊ എന്ന ഹംസക്ക് ലമ്മാണ്, മുമ്പുള്ള ഷീനും ലമ്മാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഹംസ വാവിന്റെ മുകളിൽ എഴുതണം. 4, ഫതഹാണ് ലമ്മിന്റെ ശേഷം. ഇപ്പൊ മുഅല്ലിഫ് എന്ന് എഴുതുമ്പം വാവിന്റെ മുകളിലാണ് ഹംസ ഇടുക,
അതെ, കാരണം ആ ഹംസ മഫ്തൂഹാണ്, ഫതഹുള്ളതാണ്, മുൻപുള്ള മീമിന് ലമ്മാവുകയും ചെയ്തു. അങ്ങനെ ഹംസ ഫതഹുള്ളതും മുമ്പ് ലമ്മുമായി കഴിഞ്ഞാൽ വാവിന്റെ മുകളിൽ എഴുതണം. അഞ്ചാമത്തത് സുക്കൂനാണ് ഹംസ, മുമ്പുള്ളതിന് ലമ്മാണ്. അപ്പൊ ലമ്മിന് ശേഷം സാക്കിനായ ഹംസ വന്നു കഴിഞ്ഞാൽ മുഅ്മിന്, അവിടെ മുഅ് എന്ന ഹംസക്ക് സുക്കൂനാണ്, മുൻപുള്ളത് ലമ്മുമാണ്. ഈ 5 സ്ഥലത്താണ് വാവിന്റെ മുകളിൽ ഹംസ എഴുതേണ്ടത്. ഒന്ന്, സുക്കൂന്റെ ശേഷം ലമ്മുള്ള ഹംസ വന്നു, അല്ലെങ്കിൽ ഫതഹിന് ശേഷം ലമ്മുള്ള ഹംസ വന്നു, അല്ലെ ലമ്മിന് ശേഷം ലമ്മുള്ള ഹംസ വന്നു, അല്ലെങ്കിൽ ലമ്മിന് ശേഷം ഫതഹുള്ള ഹംസ വന്നു, അല്ലെങ്കിൽ ലമ്മിന് ശേഷം സുക്കൂനുള്ള ഹംസ വന്നു. ഈ പറഞ്ഞ സ്ഥലത്തിലൊക്കെ വാവിന്റെ മുകളിലാണ് ഹംസ ഇടേണ്ടത്. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അലിഫിന്റെ മുകളിൽ ഹംസ എന്ന രൂപം ആ എന്ന് ഫതഹുള്ളതാണ്, ബഅദ സ്വഹീഹിൻ സാക്കിനിൻ, മുൻപുള്ളത് സഹീഹായ അക്ഷര മുഅ്തൽ അല്ല എന്നർത്ഥം, സാക്കിനാണ്. അങ്ങനെയുള്ളതിന് ശേഷം മഫ്തൂഹായ രൂപത്തിൽ ഹംസ വന്നു കഴിഞ്ഞാൽ അവിടെ ഹംസ അലിഫിന്റെ രൂപത്തിൽ എഴുതണം. അപ്പൊ മസ്അലത്ത് എന്ന ഹംസ മഫ്തൂഹാണ്, തൊട്ട് മുമ്പുള്ള സീന് സ്വഹീഹായ അക്ഷരമാണ്, അതോടൊപ്പം എന്തുമാണ്? സാക്കിനുമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹംസ അലിഫിന്റെ രൂപത്തിൽ എഴുതണം. അടുത്തത് ഇദാ ജാഅത്ത് മഫ്തൂഹത്തൻ ബഅദ ഫതഹിൻ, ഹംസ ഫതഹുള്ളതാണ്, മുമ്പും ഫതഹാണ്. ഇപ്പൊ സഅല, അവിടെയൊക്കെ എന്താണ്? അലിഫിന്റെ മുകളിലാണ് എഴുതുക. മറ്റൊന്ന് ഹംസ സാക്കിനാണ്, മുമ്പ് ഫതഹാണ്, ഫതഹിന് ശേഷം സാക്കിനായിട്ട് ഹംസ വന്നു കഴിഞ്ഞാലും അവിടെയും അലിഫിന്റെ രൂപത്തിലാണ് എഴുതേണ്ടത്, റഅ്സ് പോലെ. ഈ 3 സ്ഥലത്താണ് ഹംസ അലിഫിന്റെ മുകളിൽ എഴുതേണ്ടത്. മസ്അലത്ത്, സഅല, റഅ്സ് പോലെ. ഉദാഹരണങ്ങൾ പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഓക്കെയാണോ? അപ്പൊ യാഇന്റെ രൂപത്തിൽ ഹംസ എഴുതേണ്ടത്, വാവിന്റെ രൂപത്തിൽ ഹംസ എഴുതേണ്ടത്, അലിഫിന്റെ രൂപത്തിൽ ഹംസ എഴുതേണ്ടത്. ഇനി ഹംസ മാത്രം എഴുതേണ്ടതും കൂടിയാ പറയാനുള്ളത്. ഇനി ഹംസ ഈ രൂപത്തിൽ അലാമത്ത് മാത്രം എഴുതുന്ന രൂപം എപ്പോഴാണ്? ഒന്ന്, ഇദാ ജാഅത്ത് മഫ്തൂഹത്തൻ ബഅദൽ അലിഫ്, അലിഫിന്റെ ശേഷം നീട്ടാനുള്ള അലിഫ് വന്നു, അതിന്റെ ശേഷം ഹംസ മഫ്തൂഹായിട്ട് വന്നു കഴിഞ്ഞാൽ അബാഅത്ത് പോലെ അവിടെ ഹംസയാണ് എഴുതേണ്ടത്. മറ്റു വാവിന്റെ മുകളിലോ യാഇന്റെ മുകളിലോ അലിഫിന്റെ മുകളിലോ അല്ല, ഹംസയുടെ അലാമത്ത് മാത്രം. മറ്റൊന്ന്, ഹംസ മഫ്തൂഹാണ്, സാക്കിനായ വാവിന് ശേഷം, അലിഫിന്റെ ശേഷം വന്നാലും വാവിന്റെ ശേഷമൊക്കെ സാക്കിനായി നീട്ടാനുള്ള മദ്ദക്ഷരമായ അലിഫിന്റെയോ വാവിന്റെയോ ശേഷം വന്നു കഴിഞ്ഞാൽ ഹംസ ഇതുപോലെയാണ് എഴുതേണ്ടത്. എന്നാൽ മദ്ദക്ഷരമായ യാഇന്റെ ശേഷം വന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു യാഇന്റെ രൂപത്തിലാണ് എഴുതേണ്ടത് എന്ന്. ഈ 2 സ്ഥലത്തും ഹംസ അലാമത്ത് മാത്രമാണ് എഴുതേണ്ടത്. ഇത്രയും സ്ഥലങ്ങളാണ് മധ്യാക്ഷരത്തിൽ ഹംസ വരുന്ന എഴുതേണ്ട രൂപം. ക്ലിയർ ആണോ? എന്താണ് സൗണ്ട് ഉണ്ടാവും? പിന്നെ അപ്പം ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി നിങ്ങൾ പറയൂ, ഏത് രൂപത്തിലാണ് നമ്മൾ ചോദ്യത്തിലേക്ക് പോകാൻ. ഇനി അവസാനം എഴുതേണ്ട രൂപം കൂടി പറയാനുണ്ട്. ഹംസ അവസാനത്തിൽ വരുന്ന. ഇപ്പൊ നമ്മൾ ചോദ്യത്തിലുള്ള ആൻസർ കിട്ടിയല്ലോ. ഇതായിരുന്നു ചോദ്യം. അതിൽ യഖ്റഊൻ എന്നതിൽ എന്താണ് തെറ്റ്? പറഞ്ഞു. എങ്ങനെ? എന്തുകൊണ്ട്? മുന്നേ ഫത്ഹയും അതുപോലെ ഹംസക്ക് വമ്മയും ആയതുകൊണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് പോവാം. വാവിന്റെ രൂപത്തിൽ എഴുതുന്ന ഹംസയിലേക്ക് പോയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിൽ രണ്ടാമത് പറഞ്ഞത് നിങ്ങൾ കണ്ടോ? രണ്ടാമത് പറഞ്ഞത് എന്താ? ഹംസ ലമ്മുള്ളതായി മുമ്പ് ഫതഹും വന്നു, റഊഫ് പോലെ. അങ്ങനെയുള്ള സ്ഥലത്ത് വാവിന്റെ മുകളിൽ എഴുതണമെന്നാണ്. ഇതേ രൂപത്തിലല്ലേ യഖ്റഊൻ എന്ന് പറയുമ്പം ഹംസ ലമ്മുള്ളതാണ്, മുമ്പ് ഫതഹുമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഹംസ വന്നു കഴിഞ്ഞാൽ വാവിന്റെ മുകളിൽ ഹംസ എഴുതൽ നിർബന്ധമാണ്. ഈ പറയപ്പെട്ടതിൽ രണ്ടാമത്തെ രൂപത്തിലാണ് ഹംസ വന്നത്. അവിടെ അങ്ങനെയല്ല എഴുതിയത്, ഹംസയുടെ അലാമത്ത് മാത്രമേ ഉള്ളൂ. അത് തെറ്റാണ്. ഇനി ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോളൂ. ഓക്കെ ആണോ? ആൻസർ കഴിഞ്ഞു. ഇനി അവസാനത്തിൽ ഏതുന്ന രൂപം കൂടി ഒന്ന് പറയണം എന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ.
നന്നായിട്ടൊന്ന് പഠിക്കണേ. നമ്മൾ പരീക്ഷകൾക്ക് മാത്രമല്ല, എഴുത്ത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇനി അവസാനം ഹംസ വരുമ്പോ എങ്ങനെ എഴുതാം? അപ്പൊ മധ്യത്തിലുള്ളതാണ് പറഞ്ഞത്. അവസാനത്തിൽ വരുമ്പോ ഒന്നും കൂടി സിമ്പിൾ ആണ്. ഏറ്റവും പ്രയാസമുള്ളത് മധ്യത്തിൽ ഹംസ വരുമ്പോഴാണ്. അവസാനത്തിൽ വരുമ്പം യാഇന്റെ രൂപത്തിൽ എഴുതും. അതിനെ മുൻപുള്ളത് കെസറാണെങ്കിൽ വളരെ എളുപ്പമാണ്. തൊട്ട് മുൻപുള്ള പദത്തിന് കെസറാണെങ്കിൽ യാഇന്റെ രൂപത്തിലാണ് ഹംസാനം വരുന്ന ഹംസ എഴുതുന്നത്. ഇപ്പൊ ത്വാരി, ലാജി എന്നൊക്കെ എഴുതുന്ന സമയത്ത് ആ ഹംസ യാഇന്റെ രൂപത്തിൽ എഴുതും. കാരണം അതിന്റെ തൊട്ട് മുമ്പുള്ള റാഇന് ലാജിയിൽ ജീമിന് കെസറായതുകൊണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പൊ യാഇന്റെ രൂപത്തിൽ അവസാനം വരുന്ന ഹംസ എഴുതേണ്ടത് തൊട്ട് മുൻപ് കെസറാണെങ്കിൽ. ഇനിയോ തുക്തബുൽ ഹംസത്തുൽ മുത്തതരിഫ അലാ സൂറത്തി വാവ് ഇദാ സബക ഹർഫു മദ്മൂം. ലമ്മാണ് മുമ്പുള്ളതെങ്കിൽ വാവിന്റെ രൂപത്തിൽ എഴുതണം. തഹയ്യു, ഇമ്രു. ഇപ്പൊ ഇമ്രു ഉൽ കൈസ് എന്നൊക്കെ എഴുതുമ്പോൾ ഇമ്രു എന്ന് വരുന്ന സ്ഥലത്തിൽ വാവിന്റെ രൂപത്തിൽ ഹംസ എഴുതണം. കാരണം അത് ലമ്മിന് ശേഷം വന്നത് കൊണ്ട് അവസാനത്തിൽ. തഹയ്യു അതൊക്കെ ഹംസ അവസാനം, തൊട്ട് മുമ്പുള്ളത് ലമ്മായാൽ വാവിന്റെ മുകളിൽ എഴുതും. ഇനി അലിഫ് എളുപ്പമാണ്. അതേപോലെ തന്നെ ഫതഹാണ് മുമ്പുള്ളതിനെങ്കിൽ അലിഫിന്റെ രൂപത്തിൽ എഴുതണം. ബദ ആ, കറ ആ എന്നൊക്കെ ഉള്ളത് ആ എന്ന് ആ രൂപത്തിൽ എഴുതിയത് തൊട്ട് മുമ്പ് ഫതഹ ആയതുകൊണ്ടാണ്. ഇതാണ് അവസാനത്തിൽ വരുന്ന ഹംസയുടേത്. ഇനി അലാമത്ത് ഒന്നുമില്ലാതെ അലാമത്ത് മാത്രം കൊടുക്കുന്നത് എപ്പോഴാ? മുമ്പ് സാക്കിനായതാണെങ്കിൽ അവസാനം വരുന്ന പദം ഹംസയുടെ അലാമത്ത് മാത്രമേ എഴുതാൻ പാടൂ. ഇപ്പൊ മർ എന്ന് എഴുതുമ്പോൾ ഹംസ അലാമത്ത് മാത്രമേ എഴുതൂ. കാരണം റാഇന് സുക്കൂനാണ്. സമാ, അവിടെ സമാ എന്ന അലിഫിന് സുക്കൂനാണ്. അപ്പൊ ഹംസയുടെ അലാമത്ത് മാത്രമേ എഴുതൂ. ഇതാണ് അവസാനത്തിൽ ഹംസ വരുമ്പോൾ എഴുതേണ്ട രൂപം. അപ്പൊ വളരെ ശ്രദ്ധിക്കണം. തുടക്കത്തിൽ ഹംസ വരുമ്പോൾ എഴുതേണ്ട രൂപമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മധ്യത്തിൽ ഹംസ വരുമ്പോൾ എഴുതേണ്ട രൂപമുണ്ട്. അവസാനത്തിൽ ഹംസ വരുമ്പോൾ എഴുതേണ്ട രൂപ വ്യത്യാസങ്ങൾ വാവിന്റെ മുകളിൽ ഇടുന്നതും യാഇന്റെ മുകളിൽ ഇടുന്നതും അലിഫിന്റെ മുകളിൽ ഇടുന്നതും അലാമത്ത് മാത്രമായിട്ട് വരുന്നതുമൊക്കെ രൂപങ്ങൾ വെറുതെ തോന്നിയ രൂപത്തിൽ എഴുതുന്നതല്ല എന്ന് മനസ്സിലാക്കുക. അതിനൊക്കെ കൃത്യമായ നിയമവും മാനദണ്ഡവും ഉണ്ട്. അതനുസരിച്ച് കൊണ്ടാണ് എഴുതുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ പഠിക്കുന്ന ആളുകളായിരിക്കും. ഡെസർട്ടേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എഴുത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷാ പേപ്പർ നോക്കുന്ന സമയത്ത് പോലും എഴുത്തിലുള്ള അപാകതകൾ പലതും കാണാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടിലോ അല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഡൗട്ടുകളുടെ ചോദിക്കണേ. 5. ആൻസർ വരട്ടെ. ആൻസർ അയച്ചോളൂ. മുബശ്ശിറ. മുബശ്ശിറ കേൾക്കുന്നില്ലേ? മുബശ്ശിറ. പോയോ? ജലാൽ കേൾക്കുന്നുണ്ടോ? ജലാൽ, നിങ്ങൾ വരണേ. റംസീന യെസ് സാർ. പറയൂ, ഏതാ ശരി? എ. എന്തുകൊണ്ട്? അത് എന്താ പറയാ, അഹ്മർ എന്നുള്ള വസനിലല്ലേ വന്നുള്ളത്. ഇഹ്മിറാർ എന്ന വരിക. എന്നൊന്നും പറയാൻ പറ്റൂലേ? ഇല്ല, അത് മംനൂമിന സർഫ് അല്ലേ? ആഹാ, അങ്ങനെ ഉണ്ടോ? എന്താ അതിന്റെ കാരണം മംനൂമിന സർഫ് ആവാന്? അഫ്അലി വസനില് വന്നതൊക്കെ. ഇത് അഫ്അൽ വസനാണോ? അഹ്മർ. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അഹ്മർ എന്നത് വന്നതല്ല ഇത്.
അതോടൊപ്പം അഹ്മർ എന്നുള്ളത് തന്നെ അഹ്മർ എന്ന രൂപത്തിൽ നിന്ന് മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ബാധിക്കുകയില്ല. ഇത് ഇഹ്മറ എന്നാണ്, ഇഫ് അല്ല വസനാണ്, അഫ് അല അല്ല. ഇഹ്മറ ഇഹ്മറ യഹ്മറു ഇഹ്മിറാറൻ ഫഹുവ മുഹ്മറുൻ എന്ന് പറഞ്ഞ ഇഫ് അല്ല വസനാണ്. സുലാസി മസീദ് ഫീൽപ്പെട്ട ഇഫ് അല്ലയാണ്. ഇനി ആർക്കെങ്കിലും പറയാൻ കഴിയും എന്തുകൊണ്ട് ഇത് വന്നു? ഇതെന്താണ് സാധനം? താജുബിന്റെ സിയാവുന്നുണ്ട്. താജുബിന്റെ സിയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇവിടെ നസ്ബ് വന്നു, അല്ലെങ്കിൽ ഈ പദം വന്നു? അത് മാ അഫ്അല വസിനിലല്ല, എന്നാലും ഇത് ഹുമാസി ആയതുകൊണ്ട് നോക്കാം. ഏതായാലും ശരിയായ ആൻസർ നിങ്ങൾ പറഞ്ഞതാണ്, ഇഹ്മിറാർ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഒന്നെന്റെ കൂടെ വരണേ, നല്ല ശ്രദ്ധിക്കാം. തഅജ്ജുബ് എന്ന് പറയുന്നത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്, അത്ഭുതം പ്രകടിപ്പിക്കാൻ വേണ്ടി അറബിയിൽ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളാണ്, രണ്ട് വസനുകളാണ്. മാ അഫ്അല എന്നുള്ളതും അഫ്ഇൽ ബി. അതിന്റെ കൂടെ ഏതാണോ അഫ്ഇൽ ബിഹി, ഏത് വേണമെങ്കിൽ ചേർക്കാം. മാ അഫ്അല എന്നും അഫ്ഇൽ ബിഹി എന്ന രണ്ടു പദങ്ങളാണ് തഅജ്ജുബിന് വേണ്ടി ഉപയോഗിക്കാറുള്ളത്. അപ്പൊ എന്തൊരു ഭംഗി എന്ന് പറയാൻ, മാ അജ്മല അല്ലെ അജ്മിൽ ബി, എന്തൊരു ഭംഗി എന്നർത്ഥം കിട്ടും. ആ തഅജ്ജുബിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് സീഗകളാണ് മാ അഫ്അലയും അഫ്ഇൽ ബിയും. മാ അജ്മല സെയ്ദ്, സെയ്ദിന് എന്തൊരു ഭംഗി. അജ്മിൽ ബി സെയ്ദ്, സെയ്ദിന് എന്തൊരു ഭംഗി. രണ്ടും ഒരേ അർത്ഥമാണ്. അപ്പൊ സെയ്ദിന് എന്തൊരു ഭംഗി എന്ന് പറയാൻ മാ അഫ്അല എന്നോ അഫ്ഇൽ ബി എന്നോ ചേർക്കുകയാണ് ചെയ്യുക. ഇതാണ് തഅജ്ജുബിന്റെ അടിസ്ഥാനം, രണ്ട് സീഗകൾ. ഇനി നമ്മൾ പറയാം, ഈ രൂപത്തിൽ ഒരു മാ അഫ്അല എന്നോ അല്ലെ അഫ്ഇൽ ബി വെച്ചുകൊണ്ടോ ഒരു ഫിയലിനെ തഅജ്ജുബാക്കി പറയണമെങ്കിൽ അതിന് 8 ഷർത്തുകളുണ്ട്. 8 ഷർത്തുകൾ ഒത്ത ഫിയല് മാത്രമേ ഈ രൂപത്തിൽ പറയുകയുള്ളൂ. ഏതാണ്? ഒന്ന്, ഫിയലാവണം, ഇസ്മു വരൂല. ഫിയലിനെ മാത്രമേ തഅജ്ജുബായിട്ട് ഈ സീഗയിൽ പറയൂ. 2, സുലാസിയാവണം, വളരെ ശ്രദ്ധിക്കണം, സുലാസിയാവണം, 3 അക്ഷരമുള്ളതാവണം. സുലാസി മസീദ് ഫിഹിയോ റുബായി മുജറദോ റുബായി മസീദ് ഫിഹിയോ ഒന്നുമാണെങ്കിൽ ഈ അഫ്അല മാ അഫ്അല അഫ്ഇൽ ബിഹി രൂപത്തിൽ പറയില്ല. 3, മുൻസരിഫ് ആവണം, സർഫ് ആവുന്നതാവണം, അല്ലാത്തതാവരുത്, ജാമിദായ ഫീലാവരുത്. മറ്റൊന്ന്, തഫാവുത്തിനെ സ്വീകരിക്കുന്ന, ഏറ്റ വ്യത്യാസം സ്വീകരിക്കുന്ന ഫീൽ. ഇപ്പൊ മാത്ത, അതിനൊന്നും മാ അമാത്ത എന്ന് പറയൂല, കാരണം അതൊന്നും ഏറ്റ വ്യത്യാസത്തിന്. ഇപ്പൊ ഒരാൾക്ക് ഇപ്പോ ഭംഗി, സെയ്ദിനുള്ളക്കാൻ ഭംഗി ഉണ്ടാവും, ആർക്ക്? മുഹമ്മദിന്. ആ ഏറ്റ വ്യത്യാസം വരുന്ന ഫീലുകളെ പറയാൻ പറ്റൂ. 4, താമാവണം, നാക്കിസായ കാന സാറ അസ്ബഹ പോലത്തതൊന്നും മാ അഫ്അല രൂപത്തിലോ അഫ്ഇൽ രൂപത്തിലോ പറയില്ല. മുസ്ബത്ത് ആവണം, മംഫിയായ ഫീല് വരൂല. മറ്റൊന്ന് മഅലൂം, അതായത് മഅറൂഫായ ഫീലാണ്, മജ്ഹൂൽ ആവരുത്, ആക്റ്റീവ് വോയിസ് ആവണം, പാസീവ് വോയിസ് ഒന്നും ഉപയോഗിക്കൂല. 8ാമത്തത്, അതിന്റെ സിഫത്ത് വരുന്നത് അഫ്അല രൂപത്തിലാവാൻ പാടില്ല. അഫ്അല രൂപത്തിൽ സിഫത്ത് വരുന്ന പദങ്ങളുണ്ട്, അതാവാൻ പാടില്ല. ഈ 8 ഷർത്തുകളൊത്ത ഫീലാണ് മാ അഫ്അല എന്നോ അഫ്ഇൽ ബിഹി എന്നോ ഉപയോഗിക്കും. ഓക്കെ, ഇതൊരു അടിസ്ഥാന തത്വം. ഇനി നമ്മൾ പറയാണ്, ഈ 8 ഷർത്ത് ഒത്തിട്ടില്ല, എന്നാൽ അതിന് തഅജ്ജുബ് പറയേണ്ടി വന്നു, എങ്ങനെ പറയും? അതാണ് അടുത്തത്. ഇദാ അറത്ത സൗഗ ഫിഇലൈ തഅജ്ജുബി, തഅജ്ജുബിന്റെ 2 ഫിഇലുകളാണല്ലോ മാ അഫ്അലയും അഫ്ഇൽ ബിയും. അത് പറയാൻ നീ ഉദ്ദേശിച്ചാൽ, മിമ്മ ലം യസ്തൗഫി ശുറൂത്ത്, നേരത്തെ പറയപ്പെട്ട 8 ഷർത്തുകളൊന്നും വരാത്ത, ഏതെങ്കിലും ഷർത്ത് ഒക്കാത്ത ഒരു ഫിഇല് എങ്കിൽ നീ ചെയ്യേണ്ട രൂപം അതൈത ബി മസ്തരിഹി മൻസൂബൻ. ആ ഏതാണോ പറയാൻ ഉദ്ദേശിച്ച ഫിഇല് അതിന്റെ മസ്തർ എടുത്ത് ശേഷം നസ്ബാക്കി കൊടുക്കണം. എന്നിട്ട് മുൻപ് അശദ് എന്നോ അക്സർ എന്നോ പദം കൊടുക്കുകയും വേണം. അതുപോലത്തെ ഏതെങ്കിലും പദം കൊടുത്തുകൊണ്ട് പറയണം. ഉദാഹരണം പറയാ, മാ അശദ്ദ ഹളറത്ത സർഇ. അഹ്ലർ എന്ന് പറയുന്നത് അഫ്അല രൂപത്തിൽ സിഫത്ത് വരുന്നതാണ്, ഷർത്ത് ഒക്കാത്തതാണ്. അപ്പൊ എന്തൊരു പച്ച എന്ന് പറയാൻ വേണ്ടി മാ അഹ്ലറ എന്നോ അഹ്ലിർ ബി എന്നോ പറയാൻ പറ്റില്ല, അവിടെ മാ അശദ് കൊടുത്ത് പറയണം. അതുപോലെയാണ് മാ അശദ്ദ ഇഹ്മിറാർ അൽ വജ്ഹി. ഇപ്പൊ നമുക്ക് ഇവിടെ വന്ന ഉദാഹരണം, ഇഹ്മിറാർ എന്ന് പറഞ്ഞത് സുലാസി അല്ല, സുലാസി മുജറദല്ല, 3 അക്ഷരമുള്ളതല്ല. 3 അക്ഷരമുള്ളതാകും ആകൽ ഷർത്താണ് മാ അഫ്അലയോ അഫ്ഇൽ ബിഹിയോ രൂപത്തിലോ പറയണമെങ്കിൽ. അപ്പൊ സുലാസി അല്ലാത്തത് നമ്മൾ എങ്ങനെ പറയും?
ഈ പറയപ്പെട്ടതുപോലെ മാ അശദ്ദ എന്നോ അല്ലെങ്കിൽ മാ അക്സറ എന്നോ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് അതിന്റെ കൂടെ ഉപയോഗിക്കും. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ മൻസൂബായിട്ട് പറയണമെന്നാണ്, മാ അശദ്ദ ഇഹ്മിറാറിൽ വജിഹി എന്ന് പറയണമെന്നാണ് നിയമം. അപ്പൊ നമ്മൾ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ മാ അശദ്ദ എന്നാണ് പറഞ്ഞത്. ഇനി അതിന്റെ ശേഷം വരുന്നത് ഇഹ്മിറാറാണ്. ഇഹ്മിറാർ നേരത്തെ പറഞ്ഞ ഷർത്തൊക്കാത്തത് കൊണ്ട് നേരിട്ട് തഅജ്ജുബ് പറയാൻ പറ്റാത്തതാണ്. അപ്പൊ മാ അശദ് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ശേഷം മൻസൂബാക്കിയിട്ട് പറയൽ നിർബന്ധമാണ്. അപ്പൊ മൻസൂബായിട്ടുള്ള ഓപ്ഷൻ ഒന്നാമത്തതാണ്. അപ്പൊ മാ അശദ്ദ ഇഹ്മിറാറൽ വജ്ഹി എന്നുള്ളത് ശരിയാവൂ. ഇത് തഅജ്ജുബിന്റെ പ്രത്യേകമായ നിയമങ്ങളാണ്. ഓക്കെ ആണോ? നല്ലോണം ശ്രദ്ധിച്ച് വീണ്ടും പഠിക്കണം. ഇത് തഅജ്ജുബൊക്കെ നമുക്ക് പലപ്പോഴും ആവശ്യമുള്ളതാണ്. ക്ലിയർ ആണോ അല്ലേ? അതായത് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഏതൊരു ഫീൽഡിനെയും നേരിട്ട് തഅജ്ജുബ് എടുക്കും. അത് അതിന്റെ മാ അഫ്അല എന്നും അഫ്ഇൽ ബിഹി എന്നുമാണ്. അത് എടുക്കണമെങ്കിൽ 8 ഷർത്ത് പറഞ്ഞു. ആ ഷർത്ത് ഒക്കാത്ത ഏതെങ്കിലും ഒരു ഫീൽഡിനെ ഈ പറഞ്ഞ രൂപത്തിൽ എടുക്കണമെങ്കിൽ മാ അശദ്ദ എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം മൻസൂബാക്കി കൊടുക്കണം. അതിന്റെ മസ്തർ എടുത്ത് മൻസൂബാക്കി കൊടുക്കണം. ക്ലിയർ? ഇനി അടുത്ത ചോദ്യം. ഓക്കെ, പറഞ്ഞോളൂ. 6ാമത്തെ ആയിത്തോളൂ, പെട്ടെന്ന് വേണം. സമീർ പാടേ. മുബഷിറ, നീ ആൻസർ പറയുന്നില്ല, വിളിച്ചിട്ട് വരുന്നില്ലല്ലോ. നീ ലൈവിലില്ലേ മുബഷിറ? ആ, എന്നിട്ട് നേരത്തെ വരാതിരുന്ന്? ആ, ഇടക്കിടക്ക് മുങ്ങുന്നുണ്ട്, ഞാൻ അറിയൂട്ടോ. എന്നാ പറയൂ. കേട്ടില്ല. ആ അതെ, ആയത്തൊക്കെ ശരി. അതില ഫത്ഹന്റെ ഇറാബ് എന്താന്ന് ചോദിച്ചു. പറയൂ ബഷീറ. അതിന്റെ ഇറാബ് എന്താണ്? ഫത്ഹന്നായത്തിലുണ്ട്. ഓപ്ഷൻ എന്താ മോളെ? നസ്ബ് എന്നാണോ? മഫ്ഊൽ അജലി ആണോ? മഫ്ഊൽ ബിഹി ആണോ? മഫ്ഊൽ ഫി ആണോ? മഫ്ഊൽ മുത്ലഖ് ആണോ? മഫ്ഊൽ മുത്ലഖ്. ഓക്കെ, എന്താണ് മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ? ഇതിന്റെ ഉദാഹരണം അറിയുള്ളൂ. എന്നാ വേറൊരു ഉദാഹരണം പറയുന്നത് അല്ലാതെ മഫ്ഊൽ മുത്ലഖിന്. ഇത് പരീക്ഷയ്ക്ക് വന്നു. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. ഓക്കെ, എന്താണ് മഫ്ഊൽ മുത്ലഖ്? മറ്റാർക്കും പറയാൻ പറ്റുമോ? 5 തരം മഫ്ഊൽ. മഫ്ഊൽ പറയൂ. മഫ്ഊൽ മുത്ലഖ് ഇസ്മു മൻസൂബുൻ മുവാഫിഖൻ ലിൽ ഫിഅലി വയജിഉ മാൽ വയജിഉ ബഅദൽ ഫിഅലി ഫി ലഫ്ളിഹി. ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്താണെന്നുള്ളത്, അറബിയിലല്ലാതെ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്താണെന്ന് മനസ്സിലാക്കി. മഫ്ഊൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ ഒരു ഇസ്മു മൻസൂബ്, നസ്ബ് ചെയ്യപ്പെട്ട ഒരു ഇസ്മാണ്. നിങ്ങൾ അറബി പറയണ്ട, അതിന്റെ ഒരു ആശയം മലയാളത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി. ഫിയലിന് ശേഷം അത് അതേപോലത്തെ ലഫ്ലിൽ ആവർത്തിച്ചു വരും. ഇപ്പൊ ഇവിടെ ഫത്തഹന എന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ആവർത്തിച്ചല്ലോ, ഫത്തഹൻ ആവർത്തിച്ചു വന്നു. ഓക്കെ, ഒരുവിധം അങ്ങനെ തന്നെയാണ്. അപ്പൊ അതായത് മഫ്ഊൽ 5 തരത്തിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മഫ്ഊൽ മുത്ലഖ്. ഇവിടെ ആൻസർ മഫ്ഊൽ മുത്ലഖ് ആണ്. മഫ്ഊൽ മുത്ലഖ്, മഫ്ഊൽ അജലിഹി, മഫ്ഊൽ ബിഹി, മഫ്ഊൽ ഫീഹി, മഫ്ഊൽ മാഹു, 5 തരത്തിൽ മഫ്ആയിലുകളുണ്ട്. മഫ്ഊൽ മുത്ലഖ് എന്ന് പറയുന്നത് ഇസ്മുൻ മൻസൂബ്. അവള് പറഞ്ഞ റംസീന പറഞ്ഞ ഡെഫിനിഷൻ ആണ്. അതായത് ഒരു ഫിയല് പറഞ്ഞിട്ട് ആ ഫിയലിന്റെ മസ്തർ എടുത്ത് മൻസൂബാക്കി ശേഷം കൊടുക്കുക. വ്യക്തമാക്കി പറഞ്ഞാൽ ഒരു ഫിയല് പറഞ്ഞിട്ട് ലറബ എന്ന് പറഞ്ഞു, എന്നിട്ട് അതിന്റെ ശേഷം ലറബ എന്നതിന്റെ മസ്തർ എടുക്കുക ലർബ്. അതെന്ത് ചെയ്യുക? മൻസൂബാക്കിയിട്ട് കൊടുക്കുക. ലറബ്തു ലർബൻ.
അങ്ങനെ കൊടുക്കുന്നതിനാണ് മഫ്ഊൽ മുത്ലഖ് എന്ന് പറയാം. ഒന്നെങ്കിൽ ലഫ്ലിൽ ഫി ലഫ്ലിഹി ഔ ഫി മാനാഹു എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അതേ പദമായിരിക്കും, അല്ലെ അതേ അർത്ഥമുള്ള മറ്റൊരു പദമായിരിക്കും. ഉദാഹരണം പറയുകയാണ് ജലസ്തു ജുലൂസൻ എന്ന് പറഞ്ഞാലും ജലസ്തു ഖുഊദൻ എന്ന് പറഞ്ഞാലും മഫ്ഊൽ മുത്ലഖാണ്. ഒന്നാമത്തിൽ ജലസ എന്ന അതേ ഫീലിന്റെ മസ്തറാണ്. രണ്ടാമത്തേൽ ജലസ എന്ന ഫീൽ അല്ല, ജലസ എന്ന് പറഞ്ഞാലും ഇരുന്നു എന്നാണ്, ഖഅദ എന്ന് പറഞ്ഞാലും ഇരുന്നു എന്നാണ്, അതിന്റെ അർത്ഥമുള്ള മറ്റൊരു ഫീൽ എന്നാണ്. ഇതൊക്കെ മഫ്ഊൽ മുത്ലഖാണ്. അപ്പൊ ആ ഫീലിനോട് യോജിച്ച് ആ ഫീലിൽ നിന്നുള്ള മസ്തർ എടുത്ത് മൻസൂബാക്കി പറയുന്നതിനാണ് മഫ്ഊൽ മുത്ലഖ് എന്ന് പേര് പറയുക. ലറബ്തു ഹമീദൻ ലർബൻ, ശരിബ്തു ലബന ഷുർബൻ, വകല്ലമല്ലാഹു മൂസ തക്ലീമൻ തുടങ്ങിയവയൊക്കെ ലർബൻ, ഷുർബൻ. കല്ലമ എന്നത് ഫഅല വസ്നാണ്, ഫഅലയുടെ മസ്തർ തഫ്ഈൽ എന്നാണ്. അപ്പൊ കല്ലമ യുക്കല്ലിമു തക്ലീം, അതേ മസ്തർ എടുത്ത് ശേഷം കൊടുത്തു. ഇതൊക്കെ മഫ്ഊൽ മുത്ലഖിലാണ് വരിക. അത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വരിക. അതൊന്ന് മനസ്സിലാക്കാം. മഫ്ഊൽ മുത്ലഖ് വരുന്നത് ഒന്നെങ്കിൽ ആ ഫിഅലിനെ തഅക്കീദ് ചെയ്യാൻ വേണ്ടി. ജലസ മുഹമ്മദുൻ ജുലൂസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഒരു ഇരുത്തായിരുന്നു, മുഹമ്മദ് ഇരുന്നു എന്ന് പറയുന്നു, അവനൊരു ഇരുത്തം അങ്ങോട്ട് ഇരുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെസ് കിട്ടുന്നുണ്ട്, തഅക്കീദ് കിട്ടുന്നുണ്ട്, അതിന് വേണ്ടി വരും. മറ്റൊന്ന് രൂപം ബയാൻ ചെയ്യാൻ വേണ്ടി. ഏത് രൂപത്തിലാണ് അത് ചെയ്തത്? യസിബുൻ നെമിറു, പുലി ചാടുന്നു, വുസൂബൽ അസദ്, സിംഹം ചാടുന്നത് പോലെ. പുലിയുടെ ചാട്ടണ്ടല്ലോ, സിംഹം ചാടുന്നത് പോലെയാണ്. അപ്പൊ ആ പുലിയുടെ ചാട്ടത്തിന്റെ ആ രൂപം പറയാണ്. യസിബു എന്നതിന്റെ മസ്തർ എടുത്ത് വുസൂബ് എന്ന് അവിടെയും വന്നു. അതൊക്കെ മഫ്ഊൽ മുത്ലഖാണ്. നൗഇനെ ബയാൻ ചെയ്യാൻ. അല്ലെങ്കിൽ എണ്ണം പറയാൻ, 1, 2, 3 എന്ന എണ്ണത്തിനെ ബയാൻ ചെയ്യാൻ. തദൂറുൽ അർളു ദൗറത്തൻ ഫിൽ യൗമി, ഭൂമി കറങ്ങും ദൗറത്തൻ, ഒരു കറക്കം, ഒരു പ്രാവശ്യം കറങ്ങും ഫിൽ യൗമി, ഒരു ദിവസത്തിൽ. അപ്പൊ അവിടെ ദൗറത്ത് എന്ന് പറഞ്ഞത് എണ്ണത്തിനെ ബയാൻ ചെയ്യാനാണ്. ഇങ്ങനെ ഫിഅലിനെ തഅക്കീദ് ചെയ്യാനോ അല്ലെ നൗഇനെ ബയാൻ ചെയ്യാനോ അല്ലെങ്കിൽ അദദിനെ ബയാൻ ചെയ്യാനോ വേണ്ടിയിട്ടാണ് മഫ്ഊൽ മുത്ലഖ് വരികയും ചെയ്യുക എന്നുള്ളതാണ് മഫ്ഊൽ മുത്ലഖുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ക്ലിയർ? ഓക്കെ ആണോ? ഇനി 7. ആൻസർ പറ്റേ? സഫ്വാൻ അതെ. ഏതാ പറയൂ? എ ആണോ? ഉറൂബ ശംസി. എന്തുകൊണ്ടായിരിക്കും? ആണെങ്കിൽ മഫ്ഊൽ മഅഹു ആണോ? എന്താണ് മഫ്ഊൽ മഅഹു എന്ന് പറഞ്ഞാല്? ഇസ്മു മൻസൂബാണ്. ഓക്കെ, അപ്പൊ മീനിങ്ങില് ഓക്കെ. മഅ എന്നുള്ള മീനിങ് എപ്പോഴാണ് പറയാന്നും കൂടി അറിയോ? അതും കൂടി പറഞ്ഞാൽ കംപ്ലീറ്റ് ആയി. എപ്പോഴാണ് അതറിയില്ല. ഓക്കെ, എന്നാലും ഓക്കെ, വെരി ഗുഡ്, ശരിയാണ്. ഉറൂബ ശംസി എന്നുള്ളതാണ് മഫ്ഊൽ മഅഹു ആണ്, അതുകൊണ്ട് മൻസൂബാണ് എന്നുള്ളത് ശരിയാണ്. ഉറൂബ ശംസി റജഅത്തുല്ലാ മിനൽ മൽഅബി വ ഉറൂബ ശംസി എന്നുള്ളതാണ് ശരിയായത്. നമുക്ക് നോക്കാം എന്താണ് മഫ്ഊൽ മഅഹു. ഇപ്പൊ 5 തരം മഫ്ഊൽ പറഞ്ഞല്ലോ, അതിൽപ്പെട്ട ഒന്നാണ് മഫ്ഊൽ മഅഹു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നഹ്വില് അല്ലെ ബലാഗയില് അറൂദ് പോലത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് ആൻസർ ഇന്നതാണെന്ന് കിട്ടിയാൽ പോരാ. എന്തുകൊണ്ട് അതായി, ബാക്കിയുള്ളത് എന്തുകൊണ്ടായിട്ടില്ല, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയാലേ അതുപോലെയുള്ള ഏത് രൂപത്തിൽ വന്നാലും എഴുതാൻ കഴിയും. മഫ്ഊൽ മഅഹു എന്ന് പറഞ്ഞാൽ മഅ എന്ന അർത്ഥമുള്ള വാവിന് ശേഷം വരുന്നതാണ് മഫ്ഊൽ മഅഹു. മഅ എന്ന അർത്ഥമുള്ള വാവിന് ശേഷം വരുന്നത്. ഇനി എപ്പോഴാണ് വരിക എന്നുള്ള ആ കാര്യം കൂടി ഒന്ന് പറഞ്ഞു തരാം. അത്ഫ് ചെയ്തുകൊണ്ട് വരാൻ പറ്റാത്ത അവസരത്തിൽ, വാവ് സാധാരണഗതിയിൽ അത്ഫിന് വരുന്നതാണല്ലോ. ഇപ്പൊ ജാഅ മുഹമ്മദുൻ വ ഹാമിദുൻ, മുഹമ്മദും ഹാമിദുൻ വന്ന് എന്ന് പറഞ്ഞു. ആ വാവ് അത്ഫിന് വരും. ചില സ്ഥലത്ത് അത്ഫ് ചെയ്യാൻ അർത്ഥം പ്രശ്നം ഉണ്ടാവും, അർത്ഥം ശരിയാവൂല, അങ്ങനെ ചെയ്യാൻ പറ്റൂല. അങ്ങനെ ശരിയാവാത്ത സ്ഥലത്ത് അത് മഅയ്യത്തിന്റെ വാവാക്കൽ നിർബന്ധമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശേഷമുള്ളത് മഫ്ഊൽ മഅഹു ആയിരിക്കും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ സാഫർതു വൽ ഫജ്റ, ഞാൻ പ്രഭാത സമയത്ത് യാത്ര പോയി, പ്രഭാതത്തോടൊപ്പം യാത്ര പോയി. സാഫർതു, ഞാൻ യാത്ര പോയി. വൽ ഫജ്റൂന്ന് അത്ഫ് ചെയ്താൽ അർത്ഥം എന്താ വരിക? ഞാനും പ്രഭാതവും യാത്ര പോയി എന്നാണ് അർത്ഥം വരിക. പ്രഭാതം യാത്ര പോവുക എന്ന പ്രവൃത്തി ചെയ്യുമോ? ചെയ്യൂല.
കാരണം അത്ഫാകുമ്പോ രണ്ടാളും ചെയ്യുന്ന പ്രവർത്തിക്കേ പറയാൻ പറ്റും. അപ്പൊ ഞാനും യാത്ര പോയി, ഞാൻ പോയതുപോലെ പ്രഭാതവും യാത്ര പോയി. അപ്പൊ അത്ഫ് ചെയ്യാൻ അവിടെ പറ്റൂല, കാരണം അർത്ഥത്തിൽ പ്രശ്നമുണ്ട്. അങ്ങനെ വരുന്ന സ്ഥലത്ത് ആ വാവ് അത്ഫ് എന്ന് പറയില്ല, ആ വാവിന് പറയുന്ന പേരാ മഴയത്തിന്റെ വാവ്. അപ്പൊ എവിടാണ് വരിക എന്ന് ചോദിച്ചാൽ അത്ഫ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് ആ വാവ് മഴയത്താക്കൽ നിർബന്ധമാണ്. അതിനുശേഷം വരുന്നത് മഫ്ഊലു മാഹു എന്ന നിലക്ക് നസ്ബുമാണ്. അപ്പൊ ഇവിടെ സാഫർത്തു വൽ ഫജ്റു എന്ന് പറയില്ല, വൽ ഫജ്റാന്ന് പറയും. സീറു വ ഇഹ്വാനക്കുന്ന് പറയും, വ ഇഹ്വാനുക്കുന്ന് പറയില്ല, അവിടെ മഫ്ഊലു മാഹുവാണ്. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലി എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. വല്ലദീന ഒരു കൂട്ടരെ പ്രശംസിച്ചുകൊണ്ട് പറയാണ്, തബവ്വഉ അവർ സ്വദേശമാക്കി, അദ്ദാറ മദീന സ്വദേശമാക്കിയർ, വൽ ഈമാന ഈമാനെയും സ്വദേശമാക്കിയവർ എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ഈമാൻ ഉള്ളതോടുകൂടെ അത്ഫ് പറ്റാത്തത് കൊണ്ട് വൽ ഈമാന എന്ന് മഫ്ഊല് മാഹു ആക്കിയിട്ട് ഈമാനക്ക് നസ്ബ് കിട്ടി. ഇങ്ങനെ ചെയ്യുന്നതിനാണ് മഫ്ഊല് മാഹു എന്ന് പറയാ. ഓക്കെ ആണോ? ഓക്കെ. ജുമാന ജുമാന ഓക്കെ ഒക്കെ പറഞ്ഞല്ലോ. ഓക്കെ, എന്താ രണ്ടാമത്തതിൽ എന്താ പ്രശ്നം? രണ്ടാമത്തെ അത്ഫ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ? നിങ്ങൾ അതെ, 1, 2, 3 ഒക്കെ ഞാൻ അർത്ഥം പറഞ്ഞു. രണ്ടാമത്തേൽ എന്താ കുഴപ്പം? സീറു നിങ്ങൾ സഞ്ചരിക്കൂ, വൈഹ്വാനുക്കു നിങ്ങളെ സഹോദരന്മാരെന്ന് പറഞ്ഞൂടെ, എന്താ പ്രശ്നം? അവിടെ അത്ഫ് അലിഫ്ലാമാണ്. എന്താണ് പ്രശ്നം? പറഞ്ഞോളൂ. അറിയില്ല സാർ. എന്നിട്ട് മനസ്സിലായെന്ന് എല്ലാരും പറയുന്നുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് വെച്ചപ്പോ തെറ്റിയോ? മാത്രം പറയരുത്. സീറു എന്താണ് അവിടെ വേറെ എന്തെങ്കിലും ലമീർ എന്തെങ്കിലും ആഡ് ചെയ്യണം. വേറെ എന്തെങ്കിലും ലമീർ എന്തിനാണ്? ഇവിടെ മുസ്തത്തിറായിട്ടുള്ള ലമീർ അല്ലേ, അപ്പൊ അവിടെ എന്തെങ്കിലും ആഡ് ചെയ്യണം. മുത്തസിലാണ്. ഓക്കെ, അവിടെ അർത്ഥത്തിലല്ല കേട്ടോ വ്യത്യാസം, അവിടെ ഗ്രാമർ അനുസരിച്ച് ശരിയല്ല. മുത്തസില് അല്ലെങ്കിൽ മുസ്തത്തിർ മർഫു ഒക്കെ ആയ ലമീറിനെ മേൽ അത്ഫ് ചെയ്യുമ്പോൾ മുൻഫസിലായ ലമീറിനെ കൊണ്ട് വിട്ടുപിരിക്കൽ നിർബന്ധമാണ് എന്ന നിയമമുണ്ട്. അപ്പൊ അതുകൊണ്ട് സീറു അൻതും വ ഇഹ്വാനുക്കും എന്ന് പറഞ്ഞാലേ അത്ഫാക്കാൻ പറ്റൂ. അത് പറയാത്തത് കൊണ്ട് ഇവിടെ അത്ഫാക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെയും അത്ഫ് കഴിയാത്ത സ്ഥലമാണ്, അർത്ഥത്തിലൊക്കെയാണ്. ജുമാന ക്ലിയർ ആയോ? എല്ലാവർക്കും ഓക്കെ ആയോ? ഒന്നും കൂടെ പറയൂ സാർ. മുത്തസിലായ ലമീറിൽ അല്ലെ മുസ്തത്തിറായ ലമീറിലൊക്കെ അത്ഫ് ചെയ്യുമ്പോ ഇവിടെ സീറു എന്ന് പറഞ്ഞാൽ ലമീർ അല്ലേ അതിലുള്ളത്? സീറു എന്നതിൽ ലമീർ ഇല്ലേ? അൻതും എന്ന ലമീർ. അങ്ങനെയുള്ള ലമീറിനെ അത്ഫ് ചെയ്യുമ്പോൾ അൻതും എന്ന് മുൻഫസിലായ ലമീർ സെപ്പറേറ്റ് കൊടുത്തിട്ടേ പറയാൻ പറ്റൂ, അല്ലാതെ പറയാൻ പറ്റില്ല. ഇപ്പം ജുമാന ജുമാന ഞാനും പിന്നെ മുഹമ്മദും വീട്ടിൽ എത്തി എന്നെങ്ങനെ പറയും? ഞാനും മുഹമ്മദും വീട്ടിലെത്തി. അറബിയിലൊന്ന് പറയും. ജുമാൻ അവിടെ അല്ലേ? അല്ല, വീട്ടിലെത്തിയോ? ആണോ? ആയിക്കോട്ടെ. എന്നാ മറ്റാരെങ്കിലും ഒന്ന് പറയൂ. ആരാ? എനിവൺ, ഞാൻ പറഞ്ഞൊന്ന് മനസ്സിലാക്കാം. റംസീന പറയുന്നുണ്ട്. വസൽതു അന വ മുഹമ്മദ്. മുഹമ്മദുൻ ഇലൽ ബൈത്തി, വീട്ടിലെത്തി. അപ്പൊ അവിടെ വസൽതു എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ മുഹമ്മദും പറയുന്നതിന് മുമ്പ് വ മുഹമ്മദും നേരിട്ട് പറയാൻ പറ്റൂല, അന വ മുഹമ്മദ് എന്ന് പറയണം. അങ്ങനെ ലമീറിന്റെ മേലിലേക്ക് അത്ഫ് ചെയ്യുമ്പോൾ മുൻഫസിൽ കൊടുക്കണം എന്നത് അത്ഫിന്റെ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് ഈ സ്ഥലങ്ങളിലൊന്നും അത്ഫാക്കാൻ പറ്റില്ല. അതുകൊണ്ട് മഅയ്യത്തിന്റെ വാവായിട്ട് വരും. അതുപോലെയാണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കാം, റജഅത്തുല്ലാബു വിദ്യാർത്ഥികൾ മടങ്ങുക എന്ന പ്രവൃത്തി ചെയ്ത വിദ്യാർത്ഥികളാണ്. സൂര്യ അസ്തമയവും മടങ്ങി എന്ന് പറയാൻ പറ്റുമോ? ഉറൂബ് ഷംസും മടങ്ങി എന്ന് പറയാൻ പറ്റൂല, അത് മടങ്ങുക എന്ന പ്രവൃത്തി ചെയ്യൂല. അപ്പൊ ഉറൂബ എന്ന് മൻസൂബാക്കി പറയൽ നിർബന്ധമാണ്.
ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എട്ടാമത്തത്, തതമയ്യസു ലുഗത്തുൽ അറബിയ്യത്തു അൻ ഗൈരിഹാ ബി, അത് എളുപ്പമാണ്. ഓക്കെ, ശരി. അത് ഇഅ്റാബാണ്. ഇഅ്റാബ് എന്നത് അറബി ഭാഷയുടെ ലുഗത്തുല്ലാസ് എന്നതിന്റെ പ്രത്യേകതകൾ കുറെ പറയുന്നുണ്ട്. അതിൽ പെട്ടെന്നാണ് ഇഅ്റാബ് ഉണ്ടാവുകയെന്നല്ലേ. നമ്മളൊക്കെ കുടുങ്ങിയത് ഇപ്പൊ അതിനെ കൊണ്ടാണ്. ഇഅ്റാബാണ് നമുക്കൊക്കെ വല്ലാത്ത പ്രശ്നം. എന്നാൽ അറബി ഭാഷയുടെ ഏറ്റവും വലിയ സൗന്ദര്യം അതാണ്. മറ്റൊരു ഭാഷക്കും ഇല്ലാതെ വായിക്കണമെങ്കിൽ പോലും അതിന്റെ ഗ്രാമർ അറിയണം. എന്തൊരു സൗന്ദര്യമാണ്. ഖുർആനൊക്കെ സത്യത്തിൽ ഹർക്കത്തില്ലാത്തതാണ്. എങ്ങനെ ഉണ്ടാവുമായിരുന്നു ഹർക്കത്തില്ലാത്ത ഖുർആനായിരുന്നെങ്കിലും സുബ്ഹാന ജല്ലവാല, നമ്മളൊക്കെ എങ്ങനെ ഓതുമായിരുന്നു. അപ്പൊ അത് അറിയുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. അറബി ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകതയിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ധാരാളം പ്രത്യേകതകളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് ഇഅ്റാബ് എന്നുള്ളത്. ഓക്കെ, 9 വരട്ടെ ആൻസർ. ഞാൻ വിളിക്കുന്നത് കൊണ്ട് എനിക്കൊന്ന് ആൻസർ അയക്കാതായി തോന്നുന്നു. ആൻസർ അയക്കുന്നവരൊന്നും അല്ല, അല്ലാത്തവരും ഞാൻ വിളിക്കൂട്ടോ. ഷാഹിന, ഷാഹിന, എന്താ സാറേ ആ പറയൂ, ഏതാണ് ശരി? 3 3 ഉറപ്പിച്ചു പറയൂ. സംശയമായോ? ആരാണ് ഹസ്ബുല്ല എന്ന് കാണുന്നത്? കേൾക്കുന്നുണ്ടോ? ഹസ്ബുല്ല ഏതാണ് ശരി? ഏതാണ് ശരി? ഓപ്ഷൻ എ. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കൊടുക്കോ? അത് കലമാനിന്നുള്ളത് അലിഫ് കൊണ്ട് റഫ്, ഇവിടെ മുബത്തദൈനോട് അത്തുഫ്. കിതാബുൻ ഇപ്പൊ കലമാണ്, ബാക്കിയെല്ലാം നെസ്ബിന്റെ അവസരമാണുള്ളത്. വെരി ഗുഡ്. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയെന്ന് അറിയില്ല. ഹസ്ബുല്ല പറഞ്ഞത് ശരിയാണ്, കലമാനി എന്നാണ്. പല ആളുകളും തെറ്റിപ്പോയിട്ടുണ്ട്, ശ്രദ്ധിക്കാം. കാരണം എന്താന്ന് പറഞ്ഞാല് ജാറ് മജ്റൂറോ ലറഫോ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കാം. ജാറ് മജ്റൂറോ ലറഫോ ഒരു സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ അത് ഖബർ മുഖദ്ദമായിട്ടാണ് വരിക. അധികവും ഖബർ മുഖദ്ദമായിട്ടാണ് ആ പദം വരിക. ശേഷമുള്ളത് മുബ്തദ മുഅഖർ ആയിരിക്കും. അപ്പൊ അലത്വാവിലെത്തി, ആ അലത്വാവിലെത്തി എന്ന അല ഹർഫ് ജർ, ത്വാവിലെത്തി എന്ന മജ്റൂർ, ആ ശിബ്ഹ് ജുംല ഖബർ മുഖദ്ദമാണ്. അതിന്റെ മുബ്തദ മുഅഖറാണ് കിതാബുൻ. കിതാബുൻ എന്ന മുബ്തദ, അപ്പൊ മേശപ്പുറത്ത് കിതാബുണ്ട്, അതിൽക്ക് അത്ഫാണ് വാവ് കൊണ്ട്. അത്ഫിന്റെ ഇറാബ് എന്താ? മഅ്തൂഫിനോട് തുടരും, അല്ലെ? അത്ഫ് 4 എണ്ണമാണല്ലോ. തവാബിഉൽ അർബ എന്നറിയപ്പെടുന്ന 4 എണ്ണമാണ് മുമ്പുള്ളതിന്റെ ഇറാബ് കിട്ടുന്നത്. ഒന്ന് അത്ഫാണ്, മറ്റൊന്ന് തൗക്കീദാണ്, മറ്റൊന്ന് ബദലാണ്, മറ്റൊന്ന് നഅത്താണ്. ഇതിനൊക്കെ മത്ബൂഇന്റെ ഇറാബ് ആയിരിക്കും. അപ്പൊ അത്ഫും അതിൽപ്പെട്ടതാ, മുമ്പുള്ളതിന്റെ ഇറാബ് കിട്ടും. ഏതിനേക്കാണോ അത്ഫ് ചെയ്യുന്നത് അതിന്റെ ഇറാബ് കിട്ടും. അപ്പൊ കിതാബിൻ എന്നതാണ് മഅ്തൂഫ് അലൈഹി, അതിന്റെ ഇറാബ് കിട്ടണം ശേഷം വരുന്ന കലമിന്. അപ്പൊ റഫ് ആണ് വേണ്ടത്. ഇനി നോക്കുക, റഫ് ഉള്ളത് ഏതാണ്? കലമിൻ എന്ന 4ാമത്തെ ജറാണ്, അതല്ല. കലമൻ എന്നത് അത് ഫതഹാണ്, അതുമല്ല. പിന്നെ കലമൈനി കലമാനി, അത് രണ്ടും തസ്നിയാണ്. തസ്നിയക്ക് നമ്മൾ പഠിച്ചു അലിഫ് കൊണ്ട് റഫും യാ കൊണ്ട് നസ്ബും ജറുമാണ്. അപ്പൊ റഫിന്റെ സമയത്ത് അലിഫാണ് വരിക. അപ്പൊ കലമാനി എന്ന് പറയണം. ഫറഇയ ഇറാബ് ഇങ്ങനൊക്കെ പരീക്ഷയ്ക്ക് വരും, ചോദിക്കുമ്പോ കണ്ടോ, ഫറഇയ ഇറാബ് പഠിച്ച പല സ്ഥലത്തും ഗുണുണ്ട്. അപ്പൊ ശരിയായത് അലത്വാവിലെത്തി കിതാബുൻ വൽ കലമാനി എന്നുള്ളതാണ്. ഇനി ഡൗട്ട് ഉണ്ടോ? സാറേ ലൊറഫ് വെച്ചൊരു ഉദാഹരണം പറയൂ. ലറഫൊക്കെ ഏതും പറയാ. ഇന്ദ മുഹമ്മദിൻ കലമുൻ, അതിന്റെ അർത്ഥം എന്താ? മുഹമ്മദിന്റെ അടുക്കൽ പേനയുണ്ട്. ഇന്ദ ലറഫാണ്, മുഹമ്മദിൻ മുദാഫിലേഹാണ്, അത് ശിബ്ഹ് ജുംല ഖബർ മുഖദ്ദമാണ്. കലമുൻ എന്നുള്ളത് മുബ്തദ മുഅഖറാണ്. അങ്ങനൊക്കെ പറയാം. ഓക്കെ, ഇനി 10. ഇതും ഒരു ഭാഷ എന്നുള്ളതാണ്, നേരിട്ട് നെഹ്വ് എന്നല്ല.
ആൻസർ അയച്ചോളൂ. താബിൽ എന്നതിന്റെ ജമ്മാണ് തവാബിൽ. താബിൽ എന്ന മുഫ്രദ് താബിൽ എന്നാണ്. പലപ്പോഴും ജമ്മ് കൊടുത്ത് മുഫ്രദ് ചോദിക്കാറുണ്ട്, മുഫ്രദ് കൊടുത്ത് ജമ്മൊക്കെ ചോദിക്കാറുണ്ട്. താബിൽ എന്നാണ് അതിന്റെ മുഫ്രദ്. സുഗന്ധവ്യഞ്ജനങ്ങൾക്കാണല്ലോ താബിൽ എന്ന് പറയാം, തവാബിൽ. 11 ഒരു ബെയ്ത്ത് കൊടുത്ത് അതിൽ വരുന്നത് എന്താണ് ഇറാബ് എന്ന് ചോദിച്ചാണ്. കുറെ വരിയുള്ള ബെയ്ത്താണ്, എന്നാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അരിമുൻ തുനക്കിസു ഖുലുഖുഹു വഉഖൂലുഹു ഖലികുൻ വഖമ്മ റഅയഹു തബ്ബീലു. കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചതാണ് ഇസ്മിയാ ജുംല, ഫിഅലിയാ ജുംല. 2 രൂപത്തിലാണ് സെന്റൻസ് ഉള്ളത്. ഫിഅല് കൊണ്ട് തുടങ്ങിയാൽ ഫിഅലിയാ ജുംല, അതിൽ ഫായിലും മഫൂലും ഒക്കെ വരാം. ഇസ്മ കൊണ്ട് തുടങ്ങിയാൽ ഇസ്മിയാ ജുംല, അതിൽ ആദ്യം വരുന്നത് മുബ്തദയും അത് കംപ്ലീറ്റ് ആക്കാൻ വരുന്നത് ഖബറുമാണ്. അപ്പൊ ഹരിമുൻ എന്നുള്ളത് ഇസ്മാണ്, ആ ഇസ്മ കൊണ്ട് തുടങ്ങിയത് മുബ്തദ മർഫുവാണ്. അപ്പം അത് വളരെ എളുപ്പമാണ്. ഇസ്മ കൊണ്ട് തുടങ്ങി. ഇപ്പം അൽ ബുസ്താനു ജമീലുൻ, ആ ബുസ്താൻ എന്നത് മുബ്തദയാണ്, ജമീൽ എന്നത് ഖബറാണ്. ലറബ മുഹമ്മദുൻ ഹയ്യത്തൻ, ആ ലറബ എന്നുള്ളത് ഫീലാണ്, അത് ഫീലിയാ ജുംലാണ്. അപ്പൊ ഫായിൽ വരും, മഫൂലും വരും. ആ പാറ്റേണിലായതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 12 വരട്ടെ, എല്ലാവരും അയക്കും. റംസീന മാത്രമേ അയച്ചുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. ഫൗസി, ഫൗസി കേൾക്കുന്നില്ലേ? ഒന്ന് പറഞ്ഞു കൊടുക്കും. ലാഇബു അൽ ഫരീഖിൽ വത്തുനി. അപ്പോ നാഷണൽ ടീമിന്റെ പ്ലെയേഴ്സ്. ഓക്കെ, അപ്പം മുബ്തദ അല്ലേ ലാഇബ്. പക്ഷെ അത് അതിന്റെ കൂടെ ഇലാഫത്ത് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ നൂന് ഹദ്ഫ് ചെയ്തു. ഓക്കെ, മുബ്തദന്റെ ഇറാബ് എന്താണ്? റഫാണ്, അതുകൊണ്ട് വാവ്. വെരി ഗുഡ്. അപ്പൊ ശരിയായത് ലായിബു എന്ന് തന്നെയാണ്. വളരെ ശ്രദ്ധിക്കണേ, പലപ്പോഴും തെറ്റിപ്പോവും. ലായിബുൽ ഫരീഖിൽ വത്തനി മഷൂറു എന്നാണ്. ലായിബു എന്നത് മുബ്തദയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു മുബ്തദക്ക് റഫ് ആണ്, സംശയമല്ല. അപ്പൊ റഫ് ആണ് വേണ്ടത് എന്ന് ഉറപ്പായി. അപ്പൊ ലായിബു എന്നുള്ളത് ജമ്മു മുദക്കർ സാലിമാണ്. അപ്പൊ ആലോചിക്കണം, ജമ്മു മുദക്കർ സാലിമിന്റെ ഇറാബ്. ഇത് നമുക്ക് എവിടെയും ആവശ്യം വരുന്നതാണ് ഈ ഫർഇയായ ഇറാബുകൾ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് പറയാറുള്ളത്. ജമ്മു മുദക്കർ സാലിമിന് വാവ് കൊണ്ട് റഫും യാ കൊണ്ട് നസ്ബും ജെറും എന്നതാണ്. അപ്പൊ റഫിന്റെ സമയത്ത് വാവേ വരൂ എന്നായി. അപ്പൊ 1ഉം 2ഉം അല്ല എന്ന് ഉറപ്പായി. പിന്നെ ലാഇബൂനയും ഉണ്ട്, ലാഇബു എന്നതുമുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ടത് ലാഇബൂന എന്നുള്ളത് നൂനുണ്ട്, മറ്റതിൽ നൂനില്ല. ഫരീഖി എന്നത് മുലാഫുൻ ഇലൈഹിയാണ്. മുലാഫായിട്ട് തസ്നിയോ ജമ്മു മുദക്കർ സാലിമോ വന്നാൽ നൂനെ കളിയിൽ നിർബന്ധമാണ്. അപ്പൊ ലാഇബുൽ ഫരീഖിൽ വത്തനി മഷ്ഹൂറൂൻ എന്നുള്ളതാണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഇല്ലേ? ജമ്മു മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ ഇതാണ്, മറന്നു പോണ്ട. വാവ് കൊണ്ട് നൂന് കൊണ്ടും അല്ല യാ കൊണ്ടും നൂന് കൊണ്ടും ജമ്മാക്കുന്നതിനാ ജമ്മു മുദക്കർ സാലിം എന്ന് പറയും. ജമ്മു തക്സീർ, ജമ്മു മുദക്കർ സാലിം, ജമ്മു മുഅന്നസ് സാലിം എന്നീ 3 തരത്തിലാണ് ജമ്മുള്ളത്. ഇപ്പൊ കാദിമുൻ, കാദിമൂന, ജാലിസുൻ, ജാലിസൂന എന്ന് ജമ്മാക്കും. അതിന്റെ ഏറാബാണ് വാവ് കൊണ്ട് റഫ്, നസ്ബും ജറും യാ കൊണ്ട് എന്നുള്ള അതിന് ഉദാഹരണങ്ങൾ കൊടുത്താണ്. തഇബൽ ആമിലൂന, അക്രംതുൽ കാദിമീന, ജലസ്തു മഅൽ ജാലിസീന. ഒന്നാമത്തെ ഫായിലാണ്, അത് മർഫൂം ബിൽ വാവാണ്. രണ്ടാമത് മഫ്ഊലും ബിഹി മൻസൂബ് ബിൽ യാ ആണ്. മൂന്നാമത്തത് മുലാഫുൻ ഇലൈഹി മജ്റൂറും ബിൽ യാ ആണ്. അങ്ങനെ യാ കൊണ്ട് നസ്ബും ജറും വാവ് കൊണ്ട് റഫ് എന്നുള്ളതാണ്. അതോടൊപ്പം ഇദാഫത്തിന്റെ സമയത്ത് നേരത്തെ തസ്നിയയിൽ പറഞ്ഞതുപോലെ നൂനെ കളയണം. ജാ ആമിലുൽ മസ്നഇ, റഅയ്തു മുസ്ലിമി കേരള, ദഹബത്തു ഇല ആലിമി അൽ മദീന. ഇവിടൊക്കെ ആമിലു, മുസ്ലിമി,
ആലിമി റഫ്ഇന്റെ സമയത്താണെങ്കിലും ശരി, നസ്ബിന്റെ സമയത്താണെങ്കിലും ശരി, ജറിന്റെ സമയത്താണെങ്കിലും ശരി, നൂനെ കളയണം. മുദാഫായിട്ട് വന്നാൽ അതിന് ഉദാഹരണവുമാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 13. സജിന കേൾക്കുന്നുണ്ടോ? സജിന പെട്ടെന്ന് വരൂ, എന്നാ പറയൂ, എന്താണ് ആൻസർ എന്ന് പറഞ്ഞു കൊടുക്കൂ സജിന. ഓക്കെ, എന്നാ നസീന പറയൂ. നസീന നിങ്ങൾ ഇന്ററാക്ട് ചെയ്താലേ അത് നടക്കേ. സബിന കേൾക്കുന്നുണ്ടോ? എവിടെ പോയി എല്ലാരും? ഓക്കെ, ഷഹാന പറയൂ. ഷഹാന, എന്റെ വോയിസ് കേൾക്കുന്നുണ്ടല്ലേ? മുൻതഹൽ ജുമൂഅ്. എന്താണ് മുൻതഹൽ ജം എന്ന് പറഞ്ഞാല് ഒന്ന് വിശദീകരിച്ചു കൊടുക്കും. അലിഫുൻ തക്സീറക്ക് ശേഷം 2 ഹർഫോ 3 ഹർഫോ അധികരിച്ച് വരല്. എന്താണ് ഈ അലിഫു തക്സീർ എന്ന് പറഞ്ഞാല്, ജമ്മു തക്സീർ എന്ന് പറഞ്ഞാല്? അങ്ങനെ ചോദിച്ച എക്സാമ്പിൾ വെച്ച് അങ്ങനൊക്കെ ചോദിക്കും ഞാൻ. എന്റെ ചോദ്യം അങ്ങനെയാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോരണല്ലോ, എങ്കിലല്ലേ ഫുള്ള് മനസ്സിലാവുക. ജമ്മു തക്സീറിന്റെ ഒരു വിഭാഗമാണല്ലോ. അപ്പൊ എന്താണ് ജമ്മു തക്സീർ എന്ന് ആദ്യം അറിയണല്ലോ. മസ്ജിദ് മസാജിദ് പോലെ ഫിഗറിൽ നിന്ന് അതേ ഫോമില് അലിഫ്. എന്റെ ചോദ്യം അതല്ല, ജമ്മു തക്സീർ എന്താണ്? ജമ്മു തക്സീർ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഒരു ഇനമാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഏത് മുൻതഹൽ ജമ്മ്. ആര് പറയും? ഒന്ന് പറയൂ, എന്താണ് ജമ്മു തക്സീർ? മുഫ്രദായ രൂപത്തിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടുള്ള മുഫ്രദിന്റെ രൂപത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നതിനാണ് ഓക്കെ. എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തിയാൽ അതിന്റെ പേരാണ് ജമ്മു തക്സീർ. ഇത് നമുക്ക് പറയാം. ശരിയായ ആൻസർ മുൻതഹൽ ജമ്മാണ്. മുൻതഹൽ ജം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ, ജമ്മു തക്സീർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മുഫ്രദിന്റെ രൂപത്തിൽ മാറ്റം വരും. അപ്പൊ കിതാബിന്റെ ജമ്മു കുത്തുബ്, അവിടെ അലിഫ് നഷ്ടപ്പെട്ടതാണ്. റജുലിന്റെ ജമ്മു റിജാല്. ഓക്കെ, അതിനൊന്ന് മ്യൂട്ട് ചെയ്യണം, ഞാൻ പറയാം. റജുലിന്റെ ജമ്മു റിജാല്, അവിടെ അലിഫ് കൂടിയതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം അതിൽ വരുന്നുണ്ടെങ്കിൽ മസ്ജിദിന്റെ ജമ്മു മസാജിദ്, അലിഫ് വന്നതാണ്. ആ മാറ്റം വരുന്നത് മൊത്തത്തിൽ പറയുന്ന പേരാണ് ജമ്മു തക്സീർ. ജമ്മു തക്സീറിൽ ചില സ്ഥലത്ത് അലിഫ് ഉണ്ടാവും, എല്ലാ സ്ഥലത്തും ഇല്ല. ഇപ്പൊ കിതാബിൽ അലിഫ് പോയതാണ്, സഫീനത്തിൽ യാ പോയതാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ചില സ്ഥലത്ത് ഇപ്പൊ റിജാലിൽ അലിഫ് ഉണ്ട്, മസാജിദിൽ അലിഫ് ഉണ്ട്, മക്കാത്തിബിൽ അലിഫ് ഉണ്ട്, അസാഫീറിൽ അലിഫ് ഉണ്ട്, അലിഫ് ഉള്ളത് ഉണ്ടാവും. ഈ അലിഫിന്റെ ശേഷം അലിഫ് വരികയാണെങ്കിൽ അതിനുശേഷം 2 അക്ഷരമോ അല്ലെ 3 അക്ഷരമോ വരികയും 3 അക്ഷരമുള്ളതാണെങ്കിൽ അതിന്റെ മധ്യത്തിൽ സുക്കൂനുമാണെങ്കിൽ ഇതിനാണ് മുൻതഹൽ ജമ്മ് എന്ന് പറയാം. ഇപ്പൊ മസാജിദ്, മസാബിഹ്, മക്കാത്തിബ് ഒക്കെ മുൻതഹൽ ജമാണ്. കാരണം മസാ എന്ന അലിഫിന് ശേഷം 2 അക്ഷരമുണ്ട്. മസാ എന്നതിന് 3 അക്ഷരമുണ്ട്, അതിൽ യാ സുക്കൂനാണ്. മക്കാ എന്നതിന് ശേഷം 2 അക്ഷരമുണ്ട്. ഇതിനൊക്കെയാണ് മുൻതഹൽ ജമ്മ് എന്ന് പറയാം. അപ്പൊ അവിടെ ചോദിച്ച ചോദ്യം അതാണ്. ആ മുൻതഹൽ ജമ്മാണ് ശരിയായ ആൻസർ. ഇനി അതിൽ കൊടുത്ത മറ്റൊന്നാണ് ജുമുൽ കില്ലത്തും കസിറത്തും. ഇതും ഈ പറഞ്ഞ ജമ്മു തക്സീറിന്റെ ഒരു ഇനം തന്നെയാണ്. ജമ്മുൽ കില്ലത്ത് എന്ന് പറഞ്ഞാൽ 1 മുതൽ 9 വരെ 10 വരെയുള്ള ജമ്മിനെ അതിൽ താഴെയുള്ളതിനെ അറിയിക്കാൻ വേണ്ടി വരുന്ന ജമ്മിനാണ് ജമ്മുൽ കില്ലത്ത് എന്ന് പറയാം. അതിൽ കൂടുതലുള്ളതിനെ അറിയിക്കാൻ വേണ്ടി വരുന്നതാണ് ജമ്മുൽ കസിറത്ത് എന്ന് പറയാം. ജമ്മുൽ കില്ലത്ത് 4 വസനാണുള്ളത്. അഫ്ഇലത്ത് വസനിൽ വരും, അഫ്ഉൽ വസനിൽ വരും, ഫിഇലത്ത് രൂപത്തിൽ വരും, അഫ്ആൽ
അഫ്ഇലത്ത്, അഫ്ഉല്, ഫിഇലത്ത്, അഫ്ആല്. ഈ രൂപത്തിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് 10 വരെയുള്ള ജമ്മാണ് എന്ന് മനസ്സിലാക്കാം. അതിന്റെ പേരാണ് ജമ്മുൽ കില്ലത്ത്. ഓപ്ഷനിൽ വന്ന മറ്റൊന്നാണല്ലോ. ജമ്മുൽ കസ്റത്ത് എന്ന് പറഞ്ഞാൽ അതിന് ധാരാളം 24, 25 വസനുകളുണ്ട്. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. 10ൽ കൂടുതൽ ഉള്ളതിനൊക്കെ എന്താ പറയാ? അതിന് ജമ്മു കസ്റത്ത് എന്നാണ് പറയാ. ഇതൊക്കെ ജമ്മു തക്സീറിന്റെ ഇനങ്ങളാണ്. പിന്നെ ഓപ്ഷനിൽ വന്ന മറ്റൊന്നാണ് ജമ്മുൽ ജുമൂൾ. ജംഇന്റെ ജം എന്നൊരു പ്രയോഗം ഉണ്ട് അറബിയിൽ. ജംഇനെ ഒന്നും കൂടി ജമ്മാക്കിയിട്ട് പറയാം. ഓൾറെഡി ജമ്മാണ്, അതിനെ വീണ്ടും ഒന്ന് ജമ്മാക്കുന്നതിനാണ് ജംഉൽ ജമൂ എന്ന് പറയാ. അത് ചില സ്ഥലങ്ങളിലൊക്കെ അറബി ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. ധാരാളം ഉണ്ട് എന്ന അർത്ഥത്തിനൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ആക്കാറുണ്ട്. അതല്ലാതെയും വരാറുണ്ട്. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ ബുയൂത്ത് എന്നുള്ള പറയാം. ബൈത്തിന്റെ ജമ്മാണ് ബുയൂത്ത്, ഒന്നും കൂടി ജമ്മാക്കിയിട്ട് ബുയൂത്താത്ത് എന്ന് പറയാം. അഫ്ലലിന്റെ ജമ്മാണ് അഫാദിൽ, അഫാദിലൂന എന്ന് പറയാം. സ്വാഹിബത്തിന്റെ ജമ്മാണ് സ്വവാഹിബ്, ഒന്നുകൂടി ജമ്മാക്കി സ്വവാഹിബാത്ത് എന്ന് പറയാം. അങ്ങനെ ജമ്മാക്കുന്നതിനാണ് ജമ്മുൽ ജുമൂ എന്ന് പറയാ. അപ്പോൾ ആ ഓപ്ഷനിൽ ഇതൊന്നും ഒക്കെ തെറ്റാണ്. ഓപ്ഷനിൽ വന്നതിൽ മുൻതഹൽ ജമ്മാണ് ചോദ്യത്തിൽ ശരിയായത്. ചോദ്യം ഒന്നുകൂടി നോക്കിയാൽ മനസ്സിലാവും. ജുമുൽ കസറത്തുണ്ട്, ജുമുൽ കില്ലത്തുണ്ട്, ജംഉൽ ജുമൂ ഉണ്ട്, മുൻതഹൽ ജമ്മുണ്ട്. ഇതിൽ ചോദിച്ചത് കുല്ലു ജംഇൻ തക്സീരിൻ ഫീഹി അലിഫുൻ സായിദത്തുൻ ബഅദഹു ഹർഫാനി ഔ സലാസത്തുൻ യുസമ്മ എന്നാണ്. അത് മുൻതഹൽ ജം ആണ്. ഓക്കെ ആണോ? എന്തായി, കയറിയോ ഇല്ലേ? ഇപ്പൊ ആരും മനസ്സിലായെന്നും പറയുന്നില്ല, കാരണം ഞാൻ ചോദിക്കുമെന്ന് പേടിച്ചിട്ട്. ഓക്കെ അല്ലേ? നിങ്ങൾ ഇവിടെ അല്ലേ? അങ്ങനെ വരട്ടെ. അടുത്തത് ഇസ്മുൻ മർഫൂൻ യതറക്കസു അലൈഹി മഅനൽ ജുംലത്തിൽ ഇസ്മിയ്യത്തി യുസമ്മ. എളുപ്പമാണ്. ഒരു ഇസ്മിയ ജുംലയുടെ ആശയം കേന്ദ്രീകരിച്ചു വരുന്നത് ആ റഫ്ഉള്ള ഇസ്മിലാണ്. ഓക്കെ, എ ആണ് ശരിയായത്. മുബ്തദയാണ്. മുബ്തദയിലാണ്. അത് മുബ്തദ പറഞ്ഞിട്ട് അതിനെ ഇസ്നാദ് ചെയ്യാനാണല്ലോ ശേഷമുള്ളത് പറയല്. അപ്പൊ മുബ്തദ എന്നുള്ളതാണ് ശരിയായത്. പതിനഞ്ച്. ഷഹാന നദീർ. ഷഹാന നദീർ ഏതാണ് ശരി? പറഞ്ഞോളൂ. ആൻസർ ബി ആ. ടൈപ്പ് ചെയ്തപ്പോ മാറിപ്പോയി. ആയിക്കോട്ടെ. എന്തുകൊണ്ട് ബി ആയി? ഇസ്മുൽ ആലത്ത് മിഫ്താഹ് പോലെ മിഫ്ആൽ അല്ലെങ്കിൽ മിഫ്ആല് വസനിൽ വരുന്നതല്ലേ? ഓക്കെ. അപ്പൊ ഇസ്മുൽ ആലത്ത് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? നമ്മള് ഉപകരണം. വെരി ഗുഡ്. ഇസ്മുൽ ആലത്ത് എന്നതാണ് ശരിയായത്. കാരണം ഇവിടെ 4 ഓപ്ഷൻ ആയി. ഇസ്മുൽ ഹൈഅത്ത്, ഇസ്മുൽ ആലത്ത്, ഇസ്മു സമാൻ, ഇസ്മു അഫൂൽ. നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പൊ ശരിയായത് ഇസ്മുൽ ഹൈഅത്ത് എന്ന് പറയുന്നത് ഒരു രൂപത്തിനെ എങ്ങനെയെന്ന് പറയാൻ വേണ്ടി, ഇരിക്കുന്ന രൂപം അല്ലെങ്കിൽ നടക്കുന്ന രൂപം, ആ രൂപത്തിനെ പറയാൻ വേണ്ടി ഹൈഅത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇസ്മാണ്. അത് ഫിഇലത്ത് എന്ന വസനിലാണ് വരിക. ഫിഇലത്ത് എന്ന പാറ്റേണിലാണ് വരിക ഹൈഅത്തിന്. ഇപ്പൊ ജിൽസത്ത് എന്ന് പറയും, ആ ഇരിക്കുന്ന ആ സിറ്റുവേഷൻ, ആ ഇരുത്തത്തിന് പറയാൻ വേണ്ടി ജിൽസത്ത്, ഫിഇലത്ത്, അതിന് പറയുന്നതാണ് ഇസ്മുൽ ഹൈഅ എന്ന്. അത് ഫിഇലത്ത് വസനായിരിക്കും. മറ്റൊന്ന് ഇസ്മുൽ ആലത്ത്. പ്രധാനമായിട്ടും 3 വസനാണ്. മിഫ്അല് അല്ലെങ്കിൽ മിഫ്ആല് അല്ലെങ്കിൽ മിഫ്അലത്ത്. ആധുനികമായിട്ട് വേറെയും ചില വസനുകൾ പറയുന്നുണ്ട്, ഫഅലൊക്കെ വരുമെന്ന്, ഫാഊൽ വസനൊക്കെ. പ്രധാനമായിട്ടുള്ള മിഫ്അല്, മിഫ്ആല്, മിഫ്അലത്താണ്. ഇപ്പൊ മിസ്അദ്, സ്വഇദ എന്ന് പറഞ്ഞാൽ കയറുക എന്നാണ്. മിസ്അദ് പറഞ്ഞാൽ കയറാൻ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റിന് അറബിയിൽ മിസ്അദ് എന്നാ പറയാ. ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നു എന്നാണ്. തുറക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മിഫ്താഹാണ്. കനസ എന്ന് പറഞ്ഞാൽ അടിച്ചു വാരുന്നതിനാണ്. അപ്പൊ അടിച്ചു വരാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മിക്നസത്ത്, ചൂല്. മിസ്അദ്, മിഫ്താഹ്, മിക്നസത്ത്, ഇങ്ങനെ മിഫ്അല്, മിഫ്ആല്, മിഫ്അലത്ത് രൂപത്തിലാണ് ഇസ്മുൽ ആലത്ത് വരിക. അതുപോലെയാണ് മിഅവൽ വന്നത്, മിഫ്അൽ രൂപത്തിലാണ്. അപ്പൊ അത് ഇസ്മുൽ ആലത്താണ്. പിന്നെ ഇസ്മു സമാനും മക്കാലും മഫ്അലോ മഫ്ഇലോ രൂപത്തിലാണ് വരിക.
മഫ്അൽ എന്ന രൂപത്തിലോ മഫ്ഇൽ എന്നോ ആണ് വരിക. അപ്പൊ മഷ്റബ്, മദ്ഹബ്, മർജിഅ്, മജ്ലിസ് ഒന്നാമത്തെ രണ്ടും മഫ്അൽ രൂപത്തിലാണ്, രണ്ടാമത്തത് മഫ്ഇൽ രൂപത്തിലാണ്. ഈ പാറ്റേണിലാണ് ഇസ്മു സമാനു മക്കാന് വരിക. ഇസ്മു മഫ്ഊൽ എന്നത് മഫ്ഊൽ എന്ന രൂപത്തിലാണ് സുലാസിയിൽ വരിക. മക്തൂബ്, മദ്റൂബ് എന്നുള്ള ആ സുലാസിയുടെ മഫ്ഊൽ എന്ന പാറ്റേണിലുമാണ് വരിക. അപ്പൊ അവിടെ ഓപ്ഷനിൽ കൊടുത്തത് ഈ 4 എണ്ണമാണ്. അതിൽ ശരിയായത് മിഫ്അൽ എന്ന രൂപത്തിൽ വന്നിട്ടുള്ള ഇസ്മുൽ ആലത്താണ്. ഓക്കെ ആണോ? ഓക്കെ. ഇനി 16. ഓക്കെ, ശരിയായത് മസ്തറാണ്. കാരണം ഒരു കാലത്തിനെ ഇല്ലാതെ ഇസ്മുൻ യദുല്ലു അലാ ഫീലിനോ അത് പ്രവർത്തിയിലോ അല്ലെ ഒരു സംഭവത്തിലോ ആയിരിക്കും കാലം ഉണ്ടാവില്ല. കാലം ചേർന്ന് വരുമ്പോഴാണ് അത് ഫീലാവുക. ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നാണ്, അത് പാസ്റ്റ് കാലത്തെ സൂചിപ്പിക്കും. യദ്രിബു എന്ന് പറഞ്ഞാൽ അടിക്കുന്നു എന്നോ അല്ലെ അടിക്കുന്നതാണ്, അത് പ്രസന്റോ ഫ്യൂച്ചറോ, അതൊക്കെ ഫീലാവും. എന്നാൽ അടി എന്നുള്ള ലർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മസ്തറാണ്. അപ്പൊ ഇസ്മുൻ യദുല്ലു അലാ ഫീലിൻ ഔ ഹദസിൻ മുജറദ് അൻ സമാൻ എന്ന് പറഞ്ഞാൽ മസ്തറാണ് ശരിയായത്. ക്ലിയർ? അവസാനത്തെ ചോദ്യമാണ്. ലാ തഖ്റബു സ്വലാത്ത വ അൻതും സുകാറ അൽ വാവു ഫീഹ ആയ. ആൻസർ പറ്റേ? ബാക്കിയുള്ളവരായിക്കോ? സഫീറ ഏതാണ് ശരി? ഡി. എന്താണ് വാവുൽ ഹാൽ എന്ന് പറഞ്ഞാല്? ഡി ആണെങ്കിൽ ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നു. എന്നാലും എപ്പോഴാണ് വാവുൽ ഹാല് വരിക? അതറിയില്ല. എന്നാലും ആർക്കെങ്കിലും അറിയാമോ എപ്പോഴാണ് വാവുൽ ഹാല് വരിക? എനിവൺ? വാവുൽ ഹാൽ എപ്പോഴാണ് വരിക? ശരി, ആൻസർ വാവുൽ ഹാലാണ്. വളരെ ശ്രദ്ധിക്കുക. ഹാല് നമ്മൾ പല രൂപത്തിൽ വരാമെന്ന് അവിടെ പഠിച്ചിട്ടുണ്ട്. ഹാല് പഠിക്കുമ്പോൾ മുഫ്രദായ രൂപത്തിൽ വരാം, അല്ലെങ്കിൽ ജുംലയായിട്ടൊക്കെ ഹാല് വരാം. അവിടെ പറഞ്ഞിട്ടുണ്ട് ജുംലയായി ഹാല് വരികയാണെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും ഒന്നെങ്കിൽ ലമീർ വേണം, അല്ലെങ്കിൽ വാവ് വേണം, അല്ലെങ്കിൽ രണ്ടും കൂടി വരാം. ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടാവൽ നിർബന്ധമാണ്. ഒന്നെങ്കിൽ ലമീർ വേണം, അല്ലെങ്കിൽ വാവ് വേണം, അല്ലെങ്കിൽ രണ്ടും വേണം. അത് ജുംല, അത് ഇസ്മിയോ ഫിഇലിയോ ആയ ജുംല ഹാലായിട്ട് വരുമ്പോഴാണ്. അങ്ങനെ വരുന്ന വാവിന് വാവുൽ ഹാലി എന്നാണ് പേര്. ഇവിടെ ലാ തഖ്റബു സ്വലാത്ത, നിങ്ങൾ നിസ്കാരത്തിലേക്ക് അടുക്കരുത്, അതിന് പോകരുത്. വ അൻതും സുകാറ, നിങ്ങൾ മസ്തായവരായ സ്ഥിതിയിൽ. അപ്പൊ നിസ്കാരത്തിലേക്ക് പോകരുത് എപ്പോൾ എന്ന ആ അവസ്ഥയെ വ്യക്തമാക്കാണ് അൻതും സുകാറ എന്ന ആ അൻതും എന്ന മുബത്തദയും സുകാറ എന്ന ഖബറും കൂടിയ ആ ജുംല ഇസ്മിയായ ജുംല ഹാലായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് അവിടെ വാവ് വന്നത്. അങ്ങനെയുള്ള വാവാണ് വാവുൽ ഹാല് എന്ന് പറയുക. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അത് പറയണേ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പറയപ്പെട്ട കേട്ടറ്റ് കാറ്റഗറി 4 നിന്ന് വന്ന ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. നിങ്ങൾക്ക് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ചിലത് വളരെ എളുപ്പമുള്ളതാണ്, ചിലത് കുറച്ചൊരു പ്രയാസമുള്ളതാണ്. പ്രയാസമല്ല, ഗ്രാമർ അറിയുന്നവർക്ക് എളുപ്പമാണ്,
അപ്പൊ അങ്ങനെയുള്ള കുറച്ചൊക്കെ ഒരു കട്ടിയുള്ള ചോദ്യങ്ങളും വരാം. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജുംല മുഫീദയും പഠിച്ചു പോയാലൊന്നും അതിനുള്ള കാലത്ത് കേട്ടിട്ടൊന്നും വിജയിക്കാൻ കഴിയൂല. അപ്പൊ കുറച്ചും കൂടി ഒന്ന് ഡെപ്തിൽ ഗ്രാമർ പഠിക്കണം. അത് മാത്രമല്ല, അറബി ഭാഷ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഗ്രാമർ എന്നത് അടിസ്ഥാനമാണ്. അതില്ല എങ്കിൽ പിന്നെ അല്ലെ ഇത് കുല്ലു ഇൽമിൻ ഫാഇലൈഹി യഫ്തഖിർ എന്നാണ്. അറബി ഭാഷയിലുള്ള സർവ്വ വിജ്ഞാനങ്ങളും പഠിക്കണമെങ്കിൽ ഗ്രാമർ അറിയുന്നവനെ കഴിയൂ. അപ്പൊ ഗ്രാമർ അറിയാത്തവൻ എവിടെയും നിസ്സാരനായി പോകും, നിന്യനായി പോകും എന്ന് പറഞ്ഞതുപോലെയാണ്. അത്രയും പ്രാധാന്യമുള്ളതാണ്. അപ്പൊ അതുകൂടി മനസ്സിലാക്കിയിട്ട് നല്ല രൂപത്തിൽ ഗ്രാമർ പഠിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. വഖ്തദിം കലാമി ബിഹാദ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അജു ലൈലുണ്ടോ? സാറേ ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. കേൾക്കൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ചോദിക്കാനുണ്ടോ? ഓക്കെ, അപ്പോ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് നമ്മള്. ബാക്കി നമുക്ക് ഇൻഷാല്ലാ ബാക്കി ദിവസങ്ങളിൽ നമ്മുടെ ബാക്കി ക്ലാസ്സുകൾ ഉണ്ടാവും. ഇനി നമുക്ക് ലിറ്ററേച്ചർ അതുപോലെ തന്നെ ഗ്രാമറിന്റെ തന്നെ ഇനി ഒരു ക്ലാസ് വരാനുണ്ട്. ബലാഗ, അറൂദ, നഹ്വ്, പെഡഗോജി, സൈക്കോളജി ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ അതിന്റെ ക്ലാസ്സുകളൊക്കെ അയക്കും. നിങ്ങൾക്ക് സമയം ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. തുടക്കത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ ഹാൻഡിൽ ചെയ്ത ഡോക്ടർ ഹാരിസ് അശ്ശേരി സാറിന് ബ്രൈറ്റ് അക്കാദമിയുടെ നന്ദി അയക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സെഷനിൽ പങ്കെടുത്ത ഓരോ വിദ്യാർത്ഥികളെയും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.